വമഅ്വാഹു النار വമാ ലിൽളാലിമീന മിൻ അൻസാർ. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ ഉപദേശം പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വച്ചത്, മരണപ്പെട്ട് ഖബറടക്കപ്പെടുന്ന മനുഷ്യർക്ക് അവർക്ക് ഖബറിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതികഠിനമായ രൂപത്തിൽ ശിക്ഷിക്കപ്പെടുമെന്നും നരകത്തിൽ നിന്നുള്ള ഒരു കവാടം അവന്റെ ഖബറിലേക്ക് തുറക്കപ്പെടുമെന്നും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത അവന്റെ പ്രവർത്തനങ്ങൾ വളരെ വൃത്തികെട്ട രൂപത്തിൽ അവനെ ദുഃഖപ്പെടുത്തുവാൻ, പേടിപ്പിക്കുവാൻ വേണ്ടി ഖബറിൽ ഉണ്ടാകുമെന്നും അവനെ സങ്കടപ്പെടുത്താൻ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ അവന് സ്വർഗത്തിൽ നിന്ന് ലഭിച്ചിരുന്ന ആ ഉന്നതമായ സ്ഥാനം കാണിച്ചു കൊടുക്കുകയും ഇതിനു പകരമായിട്ടാണ് ഈ നരകത്തിലെ ഭയാനകമായ ശിക്ഷയ്ക്ക് നീ വിധേയമാക്കപ്പെട്ടത് എന്ന് അവന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ചുരുക്കം, നമ്മുടെ ഈ ജീവിതം കൊണ്ട് ആരുമില്ലാത്ത ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കൃത്യമായ രൂപത്തിൽ മറുപടി പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണം എന്നതാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു വച്ചത്. മാത്രമല്ല, ഖബറിൽ ഭയാനകമായ ശിക്ഷയുണ്ട് എന്നും അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഇവിടത്തെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അതിന് പരിഹാരമുള്ളൂ എന്നുമാണ് നമ്മൾ പറഞ്ഞു വച്ചത്. അതുപോലെ തന്നെ ഖബർ ശിക്ഷയുടെ കാരണങ്ങളായിക്കൊണ്ട് ഖബറിൽ ശിക്ഷിക്കപ്പെടുവാനുള്ള കാരണങ്ങൾ, ഏതെല്ലാം കാര്യങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത്, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വളരെ കൃത്യമായി ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്നുണ്ട്. ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒന്നാമത്തെ കാര്യം ശിർക്ക് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ആരാധനയിൽ അല്ലാഹു അല്ലാത്ത ആളുകളെ പങ്കു ചേർക്കുന്നതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. ശിർക്ക് എന്ന അറബി പദത്തിന്റെ അർത്ഥം പങ്കു ചേർക്കൽ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം സമർപ്പിക്കേണ്ടുന്ന ആരാധനാ കർമ്മങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ ആരാധനാ കർമ്മത്തിൽ ഒരാളെപ്പോലും പങ്കുകാരാക്കരുത് എന്നതാണ് അതിന്റെ വിവക്ഷ. നമുക്കറിയാം, ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ, ഉദാഹരണത്തിന് ശിർക്കിന്റെ ഇനങ്ങളായിക്കൊണ്ട് ഇസ്ലാം നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നതാണ് ഒരു കാര്യം. ശിർക്കുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയവും ഏത് തന്നെയാണ്? അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. എന്തുകൊണ്ട് ഈ വിഷയം ആവർത്തിക്കപ്പെടുന്നു എന്നും ഈ വിഷയം തന്നെ പല പ്രാവശ്യം പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവന്റെ ഒരു ദിവസത്തെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും അധികം ആ ദിവസത്തിൽ സംഭവിക്കുന്നത് എന്താണ്? പ്രാർത്ഥനയാണ്. ഒരാളുടെ ജീവിതത്തിൽ ഒരു ദിവസം അവൻ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം എന്താണ്? പ്രാർത്ഥനയാണ്. കാരണം നമസ്കാരം ആരാധനയായി മാറുന്നത് എന്തുകൊണ്ടാ? അതിൽ പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ്. അപ്പോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ
ഏറ്റവും കൂടുതൽ അവന് കടന്നു വരുന്ന ഒരു വിഷയമാണ് പ്രാർത്ഥന എന്നുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിക്കപ്പെടുന്ന ആൾക്ക്, നമുക്കറിയാം അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് ഖാലിഖായിരിക്കണം എന്നതാണ്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവായിരിക്കണം. നമ്മൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി എന്തായിരിക്കണം? സ്രഷ്ടാവായിരിക്കണം. ദുനിയാവിൽ ജനിച്ച് ജീവിച്ചു മരിച്ചുപോയ എത്ര വലിയ മഹാന്മാരെ എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അവരെ പറ്റി നമുക്ക് എന്ത് പറയാൻ സാധിക്കൂല? സ്രഷ്ടാവ് എന്ന് പറയാൻ സാധ്യമല്ല. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സ്, അവന്റെ രഹസ്യം, അവന്റെ പരസ്യം, അവൻ ചെയ്ത തെറ്റുകൾ, ഇതെല്ലാം കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നവരോടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ പ്രാർത്ഥന എന്തുകൊണ്ട് അള്ളാഹിനോട് മാത്രം എന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ആയത്തുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഖബറിൽ ശിക്ഷിക്കപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യമാണെന്ത്? അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വിഷയമാണ് പ്രാർത്ഥന. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയെറുക്കുക. മൂന്നാമത്തത് അള്ളാഹു അല്ലാത്ത ആളുകളുടെ മേൽ ഭരമേൽപ്പിക്കുക കാര്യങ്ങൾ. നാലാമത്തത് അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്യുക. എന്റെ ഉമ്മയാണ് സത്യം, എന്റെ വാപ്പയാണ് സത്യം, കാബയാണ് സത്യം എന്നൊക്കെ പറയാറുണ്ട്. അത് പറയാൻ പാടില്ല. അതുപോലെ തന്നെ രോഗം മാറുവാനോ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നീങ്ങിപ്പോകുവാനോ വേണ്ടിയിട്ട് ഏലസുകളോ ചരടുകളോ മന്ത്രിച്ച് ഊതി കയ്യിലോ കഴുത്തിലോ അരയിലൊക്കെ ബന്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെയാണ് പ്രധാനമായും ശിർക്കിന്റെ ഗണങ്ങളായി എണ്ണിക്കാണാൻ സാധിക്കുന്നത്. ഇനി ശിർക്ക് ഒരാളുടെ ജീവിതത്തിൽ വന്നു, അഥവാ അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? സൂറത്തു അൻആമിലെ 88-ാമത്തെ ആയത്ത്, സൂറത്തു അൻആമിലെ 88-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. വലൗ അശ്റകൂ, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ, അള്ളാഹുവിനുള്ള ആരാധനയിൽ അള്ളാഹു അല്ലാത്ത ആരെങ്കിലും പങ്കു ചേർക്കുകയാണെങ്കിൽ ലഹബിത അൻഹും, അവരിൽ നിന്ന് നിഷ്ഫലമായി പോകും. എന്ത് നിഷ്ഫലമായി പോകും? മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെല്ലാം എന്താകും? നിഷ്ഫലമായി പോകും. എന്താ നിഷ്ഫലമാകുക എന്ന് പറഞ്ഞാൽ പ്രതിഫലം ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഖുർആൻ ഓതിയത്, ദിക്ർ ചൊല്ലിയത്, അങ്ങനെയുള്ള നമ്മുടെ ആരാധനയുടെ ഗണത്തിൽ ഏതെല്ലാം വരുന്നുണ്ടോ അതിന്റെ എല്ലാം പ്രതിഫലം എന്താകും? നിഷ്ഫലമായി പോകും. ആ പ്രതിഫലങ്ങൾ നിഷ്ഫലമായാൽ പരലോകത്ത് എന്ത് സംഭവിക്കും? ഒന്നുമില്ലാത്തവനായിക്കൊണ്ട് നരകത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, പക്ഷെ അവൻ എന്ത് ചെയ്തിട്ടില്ല? അത് ഉപകാരപ്പെട്ടിട്ടില്ല. എന്താ കാരണം? അള്ളാഹുവിൽ അവൻ പങ്കു ചേർത്തു എന്നുള്ളതാണ്. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിട്ട് സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റകത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കൾക്കും താങ്കളുടെ മുൻപ് കഴിഞ്ഞു പോയ മുഴുവൻ നബിമാർക്കും കൊടുത്തിട്ടുള്ള ദിവ്യ സന്ദേശമാണ് വഹീൻ. എന്താ പറയാ? ദിവ്യ സന്ദേശം എന്നാണ്. ആ ദിവ്യ സന്ദേശമാണ് ലഇൻ അശ്റകത, താങ്കൾ പങ്കു ചേർക്കുകയാണെങ്കിൽ. നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കു ചേർത്തിട്ടല്ല. നബിയുടെ മനസ്സിന്റെ ഉള്ളിൽ പോലുമില്ല അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കണമെന്നുള്ളത്, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നേർച്ച അർപ്പിക്കണം എന്നുള്ളത്, അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്യണമെന്നുള്ളത്, അള്ളാഹു അല്ലാത്തവരുടെ മേൽ ഭരമേൽപ്പിക്കണമെന്നുള്ളത്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയെറുക്കണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നത്തിൽ പോലും വരാത്ത വിഷയമാണ്. പക്ഷെ നബിയോട് അള്ളാഹ് പറയുന്നത് എന്താ? ലഇൻ അശ്റകത, നബിയെ, അങ്ങാണ് പങ്കു ചേർക്കുന്നത് എങ്കിലും ലയഹ്ബതന്ന അമലുക, അങ്ങയുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോവുക തന്നെ ചെയ്യും. ആ ഹബിത്ത എന്ന പദത്തിന് മുന്നിൽ ഒരു ലാമുമുണ്ട്, ആ പദത്തിന്റെ അവസാനത്തിൽ ഒരു നൂനുമുണ്ട്. അതിനെ പറയുന്നത് ആ പറയുന്ന വിഷയത്തെ ഉറപ്പിച്ചു പറയാൻ വേണ്ടി. നിശ്ചയമായും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലാമും
അവസാനത്തെ നൂൻ ഉപയോഗിക്കുന്നത്. നബിയോടാ പറയുന്നത്, നബിയെ അങ്ങാണ് ചെയ്യുന്നതെങ്കിലും അങ്ങയുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോവുക തന്നെ ചെയ്യും. മാത്രമല്ല വല തകൂനന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. എന്താ നഷ്ടം സംഭവിക്കുക? കച്ചവടത്തിൽ എല്ലാ വിഭവങ്ങളും ഇറക്കി, അവസാനം ഒന്നുമില്ല, നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടില്ല? അതിന് ലാഭം കിട്ടിയിട്ടില്ല. നമ്മളിവിടെ ചെയ്യുന്ന പ്രവർത്തനത്തിന് ലാഭം പരലോകത്താണ്. ഇന്ന് ജുമായിൽ നമ്മൾ പങ്കെടുത്തു, ആരും നമുക്ക് അതിനൊരു കൂലി തന്നിട്ടില്ല. ഈ ക്ലാസ്സിനിവിടെ വന്നിരുന്നു, 1 മണിക്കൂർ കഴിഞ്ഞ് മടങ്ങിപ്പോകും, ആരും നമുക്കൊരു കൂലി തരുന്നില്ല. പക്ഷെ ഇതിനൊരു കൂലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് എവിടെയാ? മഹ്ശറയിലാണ്. പക്ഷേ അള്ളാഹുവിൽ പങ്കുചേർത്താലോ ആ കൂലി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടക്കാരിൽ നമ്മൾ പെട്ടുപോകുമെന്ന് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ മറ്റൊരായത്താണ് സൂറത്ത് നിസായിലെ 48-ാമത്തെ ആയത്ത്. സൂറത്തു നിസാ 48-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അദീമ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല, ലാ യഗ്ഫിറു, അവൻ പൊറുക്കുന്നതല്ല, അൻ യുശ്റക ബിഹി, അവന് പങ്കു ചേർക്കുന്നതിനെ. നോക്കൂ, അള്ളാഹുവിൽ പങ്കു ചേർത്ത് അതിന് തൗബ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യൂല? പുറത്തു കൊടുക്കുകയില്ല. അതുപോലെ വയഗ്ഫിറു മാ ദൂന ദാലിക്, അതല്ലാത്തത് അള്ളാഹ് പുറത്തു കൊടുക്കും. ലിമൻ യശാ, അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക്. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പലിശ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോത്സാഹനമല്ല. പക്ഷെ അത് ചെയ്തിട്ടും തൗബ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്തേക്കാം? അള്ളാഹ് ഉദ്ദേശിക്കുന്നു എങ്കിൽ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. പക്ഷേ ശിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിലോ അത് പൊറുക്കുകയില്ല. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഇഫ്തറ ഇസ്മൻ അദീമ, അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ്, അയാൾ സഹായിക്കും, അയാൾ നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, അവർ നമുക്ക് വേണ്ടി ശുപാർശ പറയും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ ഒരു കുറ്റം അവിടെ ചമച്ചുണ്ടാക്കുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മാത്രമല്ല സൂറത്തു മാഇദ 72-ാമത്തെ ആയത്ത്, 5-ാമത്തെ അധ്യായം 72-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി, നിശ്ചയം ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാണ്. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ്. വമഅവാഹു അന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിൽസാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് സഹായികളായി ആരും ഉണ്ടാവില്ല. നോക്കൂ ശിർക്കിന്റെ ഗൗരവം. ശിർക്ക് ചെയ്താൽ സ്വർഗം നിഷിദ്ധമാണ്. എന്നാൽ ആ സ്വർഗം ശാശ്വതമായി നിഷിദ്ധമാക്കപ്പെടുകയാണ്. വേറെ ഏത് തെറ്റ് ചെയ്താലും ആ തെറ്റിന് തൗബ ചെയ്തില്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബലത്തിൽ അവൻ എന്ത് ചെയ്യും? ഏറ്റവും അവസാനം നരകത്തിൽ സ്വർഗത്തിൽ വരും. പക്ഷെ ശിർക്ക് ചെയ്താലോ അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം നമ്മെ പോലെ ജനിച്ചു ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരാളുടെ നാമമാണ് അവിടെ വരുന്നതെങ്കിൽ പിന്നെ അള്ളാഹു എന്ത് ചെയ്യില്ല, അയാൾക്ക് പുറത്തു കൊടുക്കൂല, അയാളെ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവേ അബദ്ധമാണ്, അറിവില്ലായ്മയാണ്, അതുകൊണ്ട് ഞങ്ങളെ മലക്കുൽ മൗത്ത് പിടിക്കണതിന് മുന്നേ ഞങ്ങളുടെ തൗബ നീ എന്ത് ചെയ്യണം? സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്ന് ഈ ആയത്തുകൾ നമ്മെ എന്ത് ചെയ്യാണ്? ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ശിർക്കിൽ മരിച്ച ആളുകൾക്ക്, ശിർക്ക് ചെയ്തിട്ട് മരിച്ച ആളുകൾക്ക് ബർസഖിൽ ശിക്ഷയുണ്ട്. എന്താ ബർസഖ്? ഖബർ. ഖബർ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ആഖിറത്തിന്റെ ഇടയിലുള്ള ആ ജീവിത കാലഘട്ടം, അതിന് പറയുന്ന പേരാണെന്ത്? ബർസഖ്. ആ ബർസഖിൽ ശിക്ഷയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. എന്താ നബി പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ബനൂ നജ്ജാർ ഗോത്രക്കാരുടെ ഒരു തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നുപോയി. ബനൂ നജ്ജാർ ഗോത്രക്കാരുടെ ഒരു തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോവുകയല്ല, യാത്ര ചെയ്യാണ്. യാത്ര ചെയ്യുന്നത് നബിയുടെ കോവർ കഴുതയുടെ പുറത്താണ്. നബി യാത്ര ചെയ്യുന്നത് നബിയുടെ കോവർ കഴുതയുടെ പുറത്താണ്.
അത് അപ്പൊ ആ സമയത്ത് നബിയുടെ കൂടെ ചില സഹാബികളുമുണ്ട്. ആ സമയം കുതിര കോവർ കഴുത എന്ത് ചെയ്യാൻ തുടങ്ങി? വഴി മാറി വരണ്ട് ഓടാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? നബി കോവർ കഴുതയുടെ പുറത്താണുള്ളത്. നബിയുടെ കൂടെ ചില സഹാബികളുണ്ട്, അനുചരന്മാരുണ്ട്. പക്ഷെ ഒരു സ്ഥലത്തേക്ക് അങ്ങ് എത്തിയപ്പോ കോവർ കഴുത വരണ്ട് ഓടാൻ തുടങ്ങി. എന്തിനെയോ കണ്ടിട്ട് പേടിച്ചോടുന്നത് പോലെ ഓടാൻ തുടങ്ങി, വഴി മാറി സഞ്ചരിക്കാൻ തുടങ്ങി. ഇത് അങ്ങനെ ഒരല്പം ചെന്ന് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചില കബറുകൾ കണ്ടു. കബറിറക്കിയിട്ടിരിക്കുന്ന ആ ഒരു താൺ ഉയരത്തിലുള്ള കുറച്ച് കബറുകൾ നബി കണ്ടു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മൻ യഗ്രിഫു അസ്ഹാബ ഹാദിഹിൽ ഖബർ ഹാദിഹിൽ അഖ്ബർ, ഈ ഖബറുകളിൽ അടക്കപ്പെട്ടിരിക്കുന്നവരെ കുറിച്ച് ആർക്കെങ്കിലും അറിയുമോ? നബിയുടെ കൂടെ കുറച്ച് ആളുകളുണ്ടല്ലോ. അപ്പൊ നബി ചോദിച്ചു, ഈ ഖബറുകളിലൊക്കെ അടക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല റജുൽ, അപ്പൊ ഒരാൾ പറഞ്ഞു, നബിയെ അന, എനിക്കറിയാമെന്ന് പറഞ്ഞു. ഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമതാ മാത ഹഉലാ, ഇവരെപ്പോഴാ മരിച്ചത്? ഇവർ ഏതൊരവസ്ഥയിലാണ് മരണപ്പെട്ടത് എന്ന് ചോദിച്ചു. ഖാല, അദ്ദേഹം മറുപടി കൊടുത്തു, മാതു ഫിൽ ഇസ്റാഖ്, അവരെപ്പോഴാ മരിച്ചത്? ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെയാണ് അവരെന്ത് ചെയ്തത്? മരണപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഉമ്മ, നിശ്ചയമായും ഈ സമുദായം, തുബ്തല ഫീ ഖുബൂരിഹാ, അവർ അവരുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. എന്റെ കോവർ കഴുത വിരണ്ടോടാൻ പോയ കാരണം? ഖബറിന്റെ അകത്ത് നടക്കുന്ന രംഗങ്ങൾ കോവർ കഴുത മനസ്സിലാക്കി. പിന്നെ കോവർ കഴുത പരിസരത്തോടെ പോവില്ല, കാരണം അത്രയും ഭയാനകമാണ് അതിന്റെ അകത്ത്. കൂടെ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാടുകളിലൊക്കെ ചില ഖബറുകൾ കേന്ദ്രീകരിച്ച് വലിയ ആരാധനകൾ നടക്കാറുണ്ട്, അല്ലെ? ആരാധന നടക്കുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ പ്രോഗ്രാം എന്താ? ഗാനമേളയാണ്, അല്ലെ? നമ്മുടെ ഈ നാട്ടിലാണെന്ന് തോന്നുന്നുണ്ട് ഒരു നോട്ടീസ് കിട്ടി. ആ നോട്ടീസില് രസകരമായ ഒരു നോട്ടീസ് വന്ന ഒരു സംഗതി ഇങ്ങനെ ഒരു എന്താ പറയാ മെസ്സേജായി കിട്ടിയിട്ടുണ്ട്. ആ മെസ്സേജായി കിട്ടിയ സംഗതി ഞാനിങ്ങനെയുള്ള ആവശ്യങ്ങൾ വരും എന്ന് കണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ഈ വിഷയവുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് ഒന്ന് രണ്ട് ഇത് വായിച്ചു തരാം. ഒന്ന് നോക്കുക, അമ്മേ ശരണം ദേവി ശരണം, ഒരു നോട്ടീസാണ്, അഥവാ ഒരു അമ്പലത്തിലെ പരിപാടിയുടെ നോട്ടീസാണ്. തിരുവള്ളാട്ട് മഹോത്സവം, കയ്പമംഗലം കോഴിപ്പറമ്പിൽ. കയ്പമംഗലം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ തൃശൂർ ജില്ലയിൽ ഒരു കയ്പമംഗലുണ്ട്, അതാവുമെന്നാണ് വിശ്വസിക്കുന്നത്. 2014 ഡിസംബർ 28, 29, 30, 31 തീയതികളിലാണ്. എന്നിട്ട് അവിടെ ഒന്നാമത്തെ ദിവസം ഓരോ ദിവസം പരിപാടി കൊടുത്തു. മഹാത്ഭുതമാണ് ഈ പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കണം. 30/12/2014 ചൊവ്വ. 30/12 എന്ന് പറഞ്ഞ ഇന്നിപ്പോ 2 അഥവാ ഇന്ന് വെള്ളിയല്ലേ, ചൊവ്വാഴ്ച അല്ലെ? കഴിഞ്ഞ ചൊവ്വാഴ്ച, ഈ വെള്ളിയുടെ മുന്നേ ഉള്ള ചൊവ്വാഴ്ച നടക്കുകയാണ്. എന്താ നടക്കുന്ന അറിയോ? അവിടെ ഒന്നാമത്തെ പരിപാടി നിർമാല്യ ദർശനം ഉണ്ട്, രണ്ടാമത്തെ മഹാഗണപതി പൂജയുണ്ട്, അതിനുശേഷം ഉഷപൂജയുണ്ട്, അതിനുശേഷം നടതുറപ്പുണ്ട്, അതിനുശേഷം ദീപാരാധന ഉണ്ട്, അതിനുശേഷം അത്താഴ പൂജയുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, കളിമുട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുത്തിരിക്കുന്നു റിഫാഇൻ റാത്തീബ്. എന്താണ് റിഫാഇൻ റാത്തീബ്? എവിടെയാ? ക്ഷേത്രത്തില്. വാടാനപ്പള്ളി CG തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. നോക്കൂ, എവിടെയാ നടക്കുന്നത്? ശിർക്ക് നടക്കുകയാണ് അവിടെ. എന്താ ശിർക്ക്? അള്ളാഹു അല്ലാത്ത ഒരാരാധ്യ വസ്തുവെ ഉണ്ടാക്കി വെച്ച് അതിന്റെ വാർഷികമാണ് എന്ത് ചെയ്യുന്നത് അവിടെ നടക്കുന്നത്. അവിടെ ആ വാർഷികത്തിന്റെ ഇടയിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? അവിടെ ശിർക്ക് നടക്കാണ്. അപ്പൊ അതിന്റെ കൂടെ എന്ത്? മുസ്ലിം സമൂഹത്തിന്റെ വലിയ ആരാധന എന്ന് പറഞ്ഞ് നടത്തുന്നതാണ്. അതിന് ഇസ്ലാമിൽ യാതൊരുവിധ തെളിവുമില്ല എന്തിന്? റാത്തീബ് നടത്തുന്നതിന്. പക്ഷേ ഞാനത് തമ്മിലുള്ള മനപ്പൊരുത്തം ഒന്ന് അറിയിക്കാൻ വേണ്ടി വായിച്ചെന്നുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു നോട്ടീസ് കിട്ടി. ആ നോട്ടീസിലും ഇതുപോലെ തന്നെ ചില കാര്യങ്ങളാണുള്ളത്. അത് പക്ഷെ അമ്പലത്തിലല്ല, മറിച്ച് നമ്മുടെ എന്താ പറയാ കളമല ചന്ദനക്കുടം. ഇവിടെ എവിടെയെങ്കിലാണോ കളമല? ഏനാത്ത്, കളമല, തൈക്കാപ്പള്ളി. ഏനാത്ത് എവിടെയാ? കൊട്ടാരക്കര. എന്നാ അവിടത്തെ സംഭവമാണ്. ഷേഖ് മിയാഖാൻ വലിയുള്ളാഹി ദർഗാ ഷരീഫിനാ കൊടുത്തിട്ടുള്ളത്. നോക്കുക, അവിടെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഡിസംബർ 7 തീയതിത്തെ പരിപാടി കൊടുക്കാണ്. 8 AM മുതൽ ദുആ മജ്ലിസ്,
3 PM മുതൽ മാലൂസ എഴുന്നള്ളത്ത്, അള്ളാഹു ആലും അറിയാലോ എന്താന്നുള്ളത്. 7 PM ദുആ സമ്മേളനം, രാത്രി 10 മണി മുതൽ ഗാനമേള. പ്രശസ്ത പിന്നണി ഗായകൻ വിധു പ്രതാപും പ്രസിദ്ധ മാപ്പിളപ്പാട്ട് ഗായിക സജിലി സലീം കണ്ണൂരുമാണ് എന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്. എവിടെയാണ്? ആരുടെ? ഖബറിന്റെ അടുത്താണ്. നോക്കൂ, ഖബറിന്റെ അടുക്കൽ കൂടി ഒരു കോവർ കഴുത പോയപ്പോൾ ആ കോവർ കഴുത വരണ്ടോടി. നമ്മുടെ ദയനീയ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. നോക്കൂ, വാപ്പാനെ ഉമ്മാനെ അല്ലെങ്കിൽ കുടുംബക്കാരെയൊക്കെ ഖബറടക്കിയിരിക്കുകയാണ് അവിടെ. അതിന്റെ ഉള്ളിൽ നടക്കുന്ന എന്താണ് നമുക്കാർക്കും അറിയില്ല. അള്ളാഹു ആലം. അവർക്കൊക്കെ അള്ളാഹു ആ ഖബറിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ അതിന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്കറിയില്ല. അവിടെ കൊണ്ടുവന്ന് ഗാനമേളയും പാട്ട് കച്ചേരിയും മരണക്കിണറും അതുപോലെ തന്നെ ആകാശ ഊഞ്ഞാലും ഡുണ്ടുണ്ടും പീപ്പിയും എഴുന്നള്ളത്തും ആനയും ഒക്കെ കൊണ്ടുവരികയാണ്. എവിടെയൊക്കെ കൊണ്ടുവരുന്നത്? ഈ പറയുന്ന ഭയാനകമായി ശിക്ഷ നടക്കുന്നിടത്തേക്ക് കള്ളുകുടിച്ച് ലഹരി ബാധിച്ച് യുവാക്കൾ നൃത്തം ചവിട്ടുമ്പോൾ അർദ്ധനഗ്നരായ ആളുകൾ പോയത് കണ്ടിരിക്കാൻ. എവിടെയാണിത്? ഖബറിലാണ്. അല്ലേ? നബി എന്താ പറഞ്ഞത്? ആ ഖബറിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ആരാ ഖബറിൽ എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിന്റെ ഭാഗമാണ്. അല്ലെ, ഇന്നലെ മരിച്ചോർ വരെ അതിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഈ മിനിങ്ങാന്ന് 6 യുവാക്കൾ മരണപ്പെട്ടു. അവരവരുടെ യഥാർത്ഥ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. എന്തായിരിക്കും ആ ഖബറിന്റെ അവസ്ഥ? പരിശോധിക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിനും അതുപോലെ പെട്ടെന്ന് ഒരു റെഡ് സിഗ്നൽ വരും. അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുകയാണ് അവിടെ. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയത്. ആരെങ്കിലും പരിഹസിക്കാനോ കളിയാക്കാനോ വേണ്ടിയിട്ടല്ല, മറിച്ച് മുസ്ലിം സമൂഹം അതപ്പതിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? തിരിച്ചറിയണം എന്നതിനു വേണ്ടിയിട്ടാണ്. ഫലൗല അല്ല തദാഫനു. എന്നിട്ട് നബി പറയാണ്, തീർച്ചയായും ഖബറുകൾ നിങ്ങൾ എന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് നബി പറഞ്ഞു, ഫലൗല അല്ല തദാഫനു, നിങ്ങൾ പരസ്പരം മറമാടുകയില്ലെന്ന് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ. എന്താ മനസ്സിലായോ? നിങ്ങൾ പരസ്പരം മറമാടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ. പക്ഷെ എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ പരസ്പരം മറമാടുകയില്ല. മറമാടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹിനോട് ഞാൻ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഞാൻ ആ ഖബറിൽ നിന്ന് കേട്ട കേൾവി നിങ്ങളെയും കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? നബി ഖബറിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് നബി. അത് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഞാനത് പ്രാർത്ഥിച്ച് അള്ളാഹ് സ്വീകരിക്കും. നിങ്ങൾ ഖബർസ്ഥാനിലൂടെ പോകുമ്പോൾ അത് കേൾക്കും. പക്ഷെ വീട്ടിൽ വാപ്പ മരിച്ചാൽ ആ മയ്യത്ത് അവിടെ ഇരിക്കും. ഒരൊറ്റയാൾ ആ ഖബറിലേക്ക് കൊണ്ടുപോകില്ല. കാരണം എന്താ? അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഭയാനകമായ ശിക്ഷകൾ കേട്ടാ പിന്നെ അവിടേക്ക് എന്ത് ചെയ്യൂല? പോകൂല. അതുകൊണ്ടാണ്. നോക്കൂ, അള്ളാന്റെ റസൂൽ നമ്മളോട് കാണിച്ച കാരുണ്യം എത്ര വലുതാ. ഞാൻ കേൾക്കല്ലേ, അതായത് ബാക്കിയുള്ളവരും കേൾക്കട്ടെ എന്ന് നബി കരുതിയിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ജീവിക്കുമായിരുന്നില്ല മനസ്സമാധാനത്തോടെ. കാരണം നമ്മുടെ യാത്രയിൽ എത്ര ഖബറുകൾക്ക് അതിലൂടെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ നമ്മളത് കണ്ടാലും ചിരിച്ചിങ്ങനെ പോകുന്നു എന്നല്ലാതെ അതിൽ നിന്നൊരു ഗുണപാഠം ഇതുവരെ നമുക്കാർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ അഖ്ബല അലൈനാ ബിവജ്ഹിഹി, എന്നിട്ട് നബി ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ആ ഖബറിനെ ചൂണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് നബി ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞിട്ട് ഫഖാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅവ്വദു, നിങ്ങൾ അഭയം തേടുക ബില്ലാ, അള്ളാഹുവിനോട്, മിൻ അദാബിന്നാർ, നരക ശിക്ഷയിൽ നിന്ന്. എന്തിൽ നിന്ന്? നരകത്തിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ കാവൽ തേടണം. ആ കാവൽ തേടുന്ന പദം ഒന്ന് പറഞ്ഞേ. പറയേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിന്നാർ. ഒന്നുകൂടെ പറഞ്ഞേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിന്നാർ. ഒരു ദിവസം എത്ര പ്രാവശ്യം പറയാറുണ്ട്? അല്ല, ഓർമ്മയുണ്ടോ? 5 മതിയോ? 5 മതിയോ? അവനവനെ ആലോചിക്ക. ഓരോരുത്തരും ആലോചിക്ക. നരക അത്ര ഭയാനക. 5 മതിയോ? അത് 50 വേണോ? അല്ല 500 വേണോ എന്നൊക്കെ എന്ത് ചെയ്യാ? അവനവൻ പരിശോധിക്ക. എന്നിട്ട് ഇത് അവനവന്റെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക. അപ്പോൾ സഹാബത്ത് പറയാണ്, നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, മിൻ അദാബിന്നാർ. അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു? നരക ശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് എന്ത് ചെയ്തു?
അഭയം തേടി. രണ്ടാമത് നബി പറയുന്നു തഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. തഅവ്വദു, നിങ്ങൾ അഭയം തേടണം ബില്ലാ, അല്ലാഹുവിനോട്, മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന്. എന്താണ്? ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടണം. ഒന്ന് തേടിക്കേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. സ്ത്രീകൾക്കറിയില്ലേ? സ്ത്രീകൾ ശബ്ദം ഉണ്ടാക്കേണ്ട അറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ നാണം വിചാരിച്ചൊന്നും കാര്യമില്ല. കാരണം ഇത് നമുക്കും തടയാൻ പറ്റാത്ത ലോകാണത്. അതുകൊണ്ട് ഇപ്പോ കൂടുതൽ പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവനവന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താം. ആരും വരൂല അവിടേക്ക്, കൊണ്ടുപോയി അച്ചട്ട് ഇങ്ങോട്ട് പോരുള്ളൂ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമയത്ത് നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഞങ്ങൾ എന്ത് പറഞ്ഞു? അല്ലാഹുവേ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ നബി പറയാണ് തഅവ്വദു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണം, മിനൽ ഫിതൻ, പരീക്ഷണങ്ങളിൽ നിന്ന്, മാ ലഹറ മിൻഹാ വമാ ബതൻ, രഹസ്യവും പരസ്യവുമായ പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രത്യക്ഷവും പരോക്ഷവുമായ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ പരസ്യമായ പരീക്ഷണങ്ങൾ? ആദർശത്തിന്റെ പേരിൽ കിട്ടുന്നതെല്ലാം പരസ്യമായ പരീക്ഷണങ്ങളാണ്, അല്ലെ? ആളുകൾ ചിലപ്പോൾ മുഖത്ത് കാറി തുപ്പാം, ഇന്നലെ വരെ ബന്ധം ഉണ്ടാകുന്ന ചിലപ്പോൾ ബന്ധം ഉണ്ടാക്കാം, നീ ഈ ക്ലാസ്സിനാണോ വന്നേ, എന്നാൽ നീ ഇന്ന് മുതൽ മുസ്ലിം അല്ല എന്നിട്ട് മാറ്റി നിർത്താം. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെ പ്രത്യക്ഷ. ഇനി പരോക്ഷം എന്താ? അത് മാനസികമായിട്ടുണ്ടാവും. ഇങ്ങനെ കുടുംബക്കാർ പോലും നമ്മളെ എതിർക്കുമ്പോ ഓട്ടോമാറ്റിക്കലി മനസ്സിലിങ്ങനെ വരും, മനസ്സിങ്ങനെ പിടിച്ചു വലിക്കും. നീ അതിലേക്കൊന്നും പോണ്ട, ആ ഭൂരിപക്ഷത്തിന്റെ കൂടെ പൊയ്ക്കോ എന്ന രൂപത്തിൽ പിടിച്ചു വലിക്കും. അതൊരു എന്താ പറയാ, പരോക്ഷമായ പരീക്ഷണമാണ്. പിന്നെ പരോക്ഷമായ പരീക്ഷണമാണ് മരണത്തിന്റെ രംഗം, ഖബറിന്റെ രംഗം, പരലോകത്തിലേക്കുള്ള പോക്കൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനൽ ഫിതനി മാ ലഹറ മിൻഹാ വമാ ബതൻ, രഹസ്യവും പരസ്യവുമായ എല്ലാവിധ ഫിത്നകളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കാവൽ തേടുന്നു എന്ന് പ്രാർത്ഥിക്കണം. ആ സമയത്ത് ഞങ്ങൾ അതേപോലെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് എന്ത് ചെയ്യുക? കാവൽ തേടുക എന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞ്, ഇത് അഞ്ചും കൂടി ചേർത്തൊന്ന് പ്രാർത്ഥിച്ചേ. അഞ്ചെണ്ണുണ്ട്. നമസ്കാരത്തിന്റെ അവസാനം അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ഏതാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വഅഊദു ബിക മിൻ അദാബിൻ നാർ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അതാണ് നബി എന്ത് ചെയ്യുന്നത്? ഓരോന്നായിട്ട് അവരെ പഠിപ്പിച്ചു. അത് പഠിപ്പിക്കുകയാണ് നബി. എവിടെ നിന്നിട്ടാ? ഖബറിന്റെ അടുത്ത് നിന്നിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ആ രംഗം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ഇതിലേക്ക് വെച്ചാൽ ഇതായിരിക്കും ചിലപ്പോ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നൊരുക്കം നടത്തണം. ആ മുന്നൊരുക്കമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല, ശിർക്ക് എന്ന് പറയുന്ന മഹാപാപം, ആ ശിർക്ക് എന്ന് പറയുന്ന മഹാപാപത്തെ നിരന്തരം സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി എന്ത് ചെയ്യേണ്ടത്? ജീവിക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കാണ്. ആരാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അശറത്തുൽ മുബശ്ശറൂൻ, അല്ലെ? അശറത്തുൽ മുബശ്ശറൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് പറഞ്ഞേ. അശറത്ത് എത്ര? അശറ 10. മുബശ്ശറൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ. ഒന്ന് പറഞ്ഞേ 10 പേരെ. 4 പേരെ ഞാൻ പറഞ്ഞുതരാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ബാക്കിയൊന്ന് പറഞ്ഞേ. കുട്ടികൾ ABCD തെറ്റിക്കുമ്പോൾ നമ്മൾ അടിക്കാറും കുത്താറും ചവിട്ടാറൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? 50 മാർക്കിൽ 45 ആയാലും എന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കൂല, അല്ലെ? ഒറ്റക്കാലിമേ നിർത്തും. ഇതൊക്കെ ചെയ്യാറുണ്ടല്ലോ. ശരി, ഇതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. 4 ഇതാണ്. ബാക്കി 6 ഏതാ?
ഇല്ല ഇല്ല. അവരൊന്നും സ്വർഗാവകാശികളാണെന്ന് നമ്മൾ പറയുന്നില്ല. നബി മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഈ 10 പേരോട്. അതിന്റെ അർത്ഥം ബാക്കിയുള്ളത് അല്ലാന്നല്ല. അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരൊക്കെ എന്താണ് ഇൻഷാ അല്ലാഹ്, കാരണം റളിയല്ലാഹു അൻഹുമാണ് അവർ. അള്ളാന്റെ തൃപ്തി അവർക്ക് ലഭിച്ചു മരിച്ചുപോയി അവരവര്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചിട്ട് മരിച്ചു എന്ന്. പക്ഷെ നബി മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നീ എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ഒറ്റ ഹദീസിൽ കാണാതെ. അപ്പൊ 10 പേരാരൊക്കെയാ? 5-ാമത്തെ ആള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. മറ്റൊരാള് ത്വൽഹ റളിയല്ലാഹു അൻഹു. മറ്റൊരാള് സഅദ് ബിൻ അബി വഖാസ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ ചരിത്രം ശരിക്ക് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 14-15 ആയത്തുകൾ അവതരിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഒരു ചോദ്യമാണ്. ശിർക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ച് നബി വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉമ്മ എന്ത് പറഞ്ഞു? നീ അത് വിട്ടുമാറണം. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ലാത്തയോട് ഉസ്സയോടൊക്കെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, സഹായം തേടണം, അവരെ ഇടയിൽ നിർത്തി പ്രാർത്ഥിക്കണമെന്ന് ഉമ്മ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ എന്ത് പറഞ്ഞു? ഇന്നു മുതൽ ഞാൻ മരിക്കണ അന്നുവരെ എന്റെ തലയിൽ എണ്ണ തേക്കുകയോ എന്ന് പറഞ്ഞാൽ കുളിക്കുകയോ എന്നാണ്, മാംസം ഭക്ഷിക്കുകയോ വെള്ളം കുടിക്കുകയോ എണ്ണ ഉപയോഗിക്കുകയോ ചെയ്യില്ല എന്നുവരെ, എന്റെ മരണം വരെ. അഥവാ നീ ആദർശത്തിൽ നിന്ന് പഴയതിലേക്ക് വന്നില്ലെങ്കിൽ ഉമ്മ നിന്റെ മുന്നിൽ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കും. നിന്നെ കുറിച്ച് ഈ മക്കാർ പറയാൻ പോകുന്നത് എന്താണ്? ഉമ്മയുടെ ഘാതകൻ എന്ന പേരിലായിരിക്കും. എന്താണ്? ഉമ്മയെ കൊല്ലാൻ കാരണക്കാരൻ എന്ന പേരിലാ പറയാ. ഇത് കേട്ടപ്പോൾ സാദറൽ തളർന്നുപോയി നേരെ നബിയുടെ അടുക്കൽ ഈ സംഭവം പറഞ്ഞു. നബി നിശബ്ദനായിരുന്നു. എന്താ കാരണം? മറുപടി പറയാൻ നബിക്ക് അറിയില്ല. ഉമ്മയോടുള്ള സ്നേഹമല്ല, ഉമ്മ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആദരിക്കേണ്ടതാണ് ഒരു മനുഷ്യൻ. ഉമ്മയോടുള്ള എത്ര വലിയ സ്നേഹം, എത്രയൊക്കെ ചെയ്തു കൊടുത്താലും ഉമ്മയോടുള്ള കടപ്പാടും തീരൂല എന്ന് നമുക്കറിയാം. ഒരു യുവാവ് കഅബൻ തവാഫ് ചെയ്യാണ്, ഉമ്മയെ തോളിലേറ്റി കഅബൻ തവാഫ് ചെയ്യാണ്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു കണ്ടു. അപ്പൊ യുവാവ് അഭിമാനത്തോടുകൂടി കണ്ടോ, ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടി ചെയ്യണം സേവനം, കണ്ടോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? നിന്റെ ഉമ്മ നിന്നെ ചേർത്തു പിടിച്ച് 2 വർഷം പാൽ കൂട്ടിയിട്ടില്ല. ആ 2 വർഷം കുടിച്ച പാലിൽ ഒരു പ്രാവശ്യം കുടിച്ചതിന്റെ ഒരു തുള്ളിക്കുള്ളത് പോലും ആയിട്ടില്ല. എന്താ പറഞ്ഞത്? ഒരു പ്രാവശ്യം കുടിച്ചതെന്നല്ല പറഞ്ഞത്, ഒരു തുള്ളി പാലിനുള്ളത് പോലും ആയിട്ടില്ല ഇത് എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. നോക്കൂ, മാതാവിനോടുള്ള നമ്മുടെ എത്ര വലിയത് ചെയ്തു കൊടുത്താലും എന്ത് ചെയ്യില്ല, മാതാവിന് കണക്കൊത്തു കൊടുക്കാൻ സാധ്യമല്ല എന്നതിന്റെ അർത്ഥം. അത്രമാത്രം സ്ഥാനമാനങ്ങൾ മാതാവിനും പിതാവിനും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ മാതാവിന്റെ വിഷയത്തിലാണ് വന്ന് ചോദിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഉമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കണോ, ആദർശത്തിന് പ്രാധാന്യം കൊടുക്കണോ? നബി അല്പനേരം മൗനമായി. പിന്നെ നബിയുടെ നെറ്റി വിയർക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി വഹി ഇറങ്ങുകയാണ്. ആ വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി. ശേഷം ഓതിക്കൊടുത്തു സൂറത്തുൽ ലുഖ്മാൻ 14-15 ആയത്തുകൾ. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസ്വാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. ഒന്നാമത്തെ ആയത്ത് എന്താ? മാതാവിനോടും പിതാവിനോടും ചെയ്യേണ്ട ബാധ്യത പഠിപ്പിക്കുകയാണ്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളുടെ വിഷയത്തിൽ മനുഷ്യന് വസിയത്ത് കൊടുക്കാണ്, ഉപദേശം കൊടുക്കുകയാണ്. എന്ത് ചെയ്യണം? നല്ലതുപോലെ അവരോട് പെരുമാറണം. മനസ്സിലാവുന്നുണ്ടോ? നല്ലതുപോലെ പെരുമാറണം. എന്നിട്ടോ, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നത് പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചിട്ടാണ്, അല്ലേ? പ്രയാസത്തിന്മേൽ പ്രയാസം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതിനേക്കാൾ അപ്പുറം പ്രയാസമാണ്, അല്ലേ? വഫിസ്വാലുഹു ഫി ആമൈൻ, 2 വർഷം നിന്നെ മുലയൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അനിഷ്കുർലി, എനിക്ക് നീ നന്ദി കാണിക്കണം. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കളോട് നീ നന്ദി കാണിക്കണം. എന്നിലേക്കാണ് നീ എന്ത് ചെയ്യുന്നത്? മടങ്ങി വരുന്നത്. ഒന്നാമത്തേതാ. നോക്കൂ, ചോദ്യത്തിനുള്ള മറുപടിയല്ല. ചോദ്യം എന്താ? ഞാൻ എന്ത് ചെയ്യണമെന്നാ. അപ്പൊ എന്താ മറുപടി? നിന്റെ മാതാവിന് നീ എന്ത് ചെയ്യണം? എല്ലാവിധ നന്മകളും ചെയ്തു കൊടുക്കണം എന്നാ.
രണ്ടാമത്തെ ആയത്ത് വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ സുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. എന്നിട്ട് പറഞ്ഞു വഇൻ ജാഹദാക, മാതാപിതാക്കൾ ഇന്നതാണ്, അവർക്കതൊക്കെ കൊടുക്കണം, അവരെ ഒരു നിലക്ക് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞു? വഇൻ ജാഹദാക, അവ രണ്ടുപേരും നിന്നോട് ധർമ്മസമരത്തിന് വന്നാൽ, അലാ അൻ തുശ്രിക ബി, എന്താ വിഷയം? എന്നിൽ പങ്കു ചേർക്കാൻ പറഞ്ഞിട്ട് അവർ വന്നാൽ, ലാത്തയോട് പ്രാർത്ഥിക്ക്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞിട്ട് നിന്റെ മാതാപിതാക്കൾ നിന്റെ നേരെ വന്നു, നിനക്ക് ആ വിഷയത്തിൽ ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് ആ വിഷയത്തിൽ ഒരു അറിവുമില്ല, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് സ്വീകരിക്കപ്പെടുവോ, നരകത്തിൽ പോവോ, ഇതിനെക്കുറിച്ചൊന്നും നിനക്ക് അറിയില്ല എങ്കിൽ, അങ്ങനെ ഒരു വിഷയമായി നിന്റെ മാതാപിതാക്കൾ വന്നാലോ, ഫലാ തുതിഉഹുമാ, അവർക്ക് രണ്ടുപേർക്കും എന്തില്ല? അനുസരണമില്ല. അനുസരിക്കാൻ പാടുണ്ടോ? പാടില്ല, ഒരു നിലയ്ക്കും പാടില്ല. പക്ഷേ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അവരോട് ഈ ദുനിയാവിന്റെ വിഷയത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. അള്ളാഹു അല്ലാത്ത ഒരാളോട് വിളിച്ച് പ്രാർത്ഥിക്കൂല. കൊല്ലൂർ വിള തങ്ങൾ ഉപ്പാപ്പാനോട് ഞാൻ പ്രാർത്ഥിക്കൂല, ആ കബറിങ്ങ പോയി ഞാൻ കൈ ഉയർത്തൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ വാപ്പ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് വിചാരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? വാപ്പ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് പോയി ഏതോ ഒരു കടത്തിണ്ണയിൽ ഇരിക്കുമ്പോഴാണ് അയൽക്കാരൻ വന്നിട്ട് പറഞ്ഞത്, വാപ്പ അവിടെ അസുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആരും സഹായിക്കാനില്ല ഇരിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം? എന്നെ ഇറക്കി വിട്ടാൽ അനുഭവിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? തിരിച്ചു ചെന്ന് വണ്ടി വിളിച്ച് വാപ്പയെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങി തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വാപ്പ ഇറക്കി വിട്ടാക്കി വീട്ടിലേക്ക് കയറാതെ മാറിയിരിക്കണം. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. നോക്കൂ, ശിർക്കിന്റെ വിഷയത്തിൽ ആരോടും അനുസരണമില്ല, പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? മാതാപിതാക്കളെ അനുസരിച്ചു കൊണ്ടുപോകണം. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി സൃഷ്ടാവിനെ ധിക്കരിക്കാൻ സൃഷ്ടികൾക്ക് ഒരു അനുസരണമില്ല. മനസ്സിലായില്ലേ? അത് വളരെ ഗൗരവമായി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു? ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയവരുടെ കൂടെ നീ എന്ത് ചെയ്യണം? ആ മാർഗം പിൻപറ്റണം. മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കലേക്ക് മടങ്ങി വരും, ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ അപ്പോൾ പ്രവർത്തിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അറിയിച്ചു തരും. ആരെ കുറിച്ചാ പറഞ്ഞത്? സ്വഹാബിയുടെ പേര് പറഞ്ഞ് സഅദ് ബിൻ അബി വഖാസ് അല്ലേ? അപ്പൊ എത്ര പേരായി? 7 പേരായി അല്ലേ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ത്വൽഹ, സഅദ് ബിൻ അബി വഖാസ് അല്ലേ? സുബൈർ ബിൻ അൽ അവ്വാം, സുബൈർ ബിൻ അൽ അവ്വാം 8ാമത്തെ ആളാണ്. മനസ്സിലാകുന്നുണ്ടോ? 9ാമത്തെ ആള് സഅദ്, അവ്വാം വാവ്, സുബൈർ റാഅസായ, സുബൈർ ബിൻ അൽ അവ്വാം. അതുപോലെ സഅദ് 10ാമത്തെ ആള് അബു ഉബാദ. അബു ഉബാദ എന്ന് പറഞ്ഞാൽ റസൂൽ അദ്ദേഹത്തിന് സ്ഥാനപ്പേര് നൽകിയിട്ടുണ്ട്, അമീനുൽ ഉമ്മ, സമുദായത്തിന്റെ വിശ്വസ്തൻ എന്നാണ്. നബി മരിക്കുന്നതിന് മുന്നേ മദീനയിലുള്ള മുനാഫിക്കുകളെ കുറിച്ച് രഹസ്യമായിട്ട് നബി എന്ത് ചെയ്തു? അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, മുനാഫിക്കിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? മുനാഫിക്കിന് വേണ്ടിയിട്ട് എന്തില്ല? മയ്യത്ത് നിസ്കാരം ഇസ്തിഗ്ഫാറിൽ ഒന്നുമില്ല. തിരിഞ്ഞു നോക്കേണ്ട ഒരു സത്യവിശ്വാസി അവന്റെ കാര്യം, അള്ളാഹു അലം ആരൊക്കെയാണെന്നുള്ളത്. നമുക്ക് വഹി കിട്ടാത്ത നമ്മൾ എന്ത് ചെയ്യണ്ട? മാറ്റി നിർത്തണ്ട എന്ന് മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളൂ. പക്ഷെ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. കാരണം എന്താ? സ്വഹാബത്ത് ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇന്നയാൾ മുനാഫിക്കാണ്, ഇന്നയാൾ മുനാഫിക്കാണ് നബി പഠിപ്പിച്ചത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ഞാൻ മരിക്കണവരെ എനിക്ക് പേടിയുണ്ടായിരുന്നു റസൂൽ എന്നെ ആ പേരിന്റെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടോ എന്ന്. ആലോചിക്ക്, നമുക്ക് നിഫാഖിനെ കുറിച്ച് വല്ല പേടിയുണ്ടോ? ഒരു പേടിയില്ല നമുക്ക്. നമ്മുടെ സത്യവിശ്വാസി ഇതിൽ തന്നെയാണ് അങ്ങ് മരിക്കും, ഒരു പ്രശ്നമില്ലാന്ന് വേണ്ട നടക്കുന്നത്. സത്യവിശ്വാസിയാണ് കാപട്യത്തെ പേടിക്കൊള്ളുന്നതാണ്. സത്യവിശ്വാസി കാപട്യത്തെ പേടിക്കും, അവിശ്വാസി കാപട്യത്തെ പേടില്ല. കാരണം എന്താ? അവന് ഓൾറെഡി നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും അവിടെ മരണപ്പെടുകയാണെങ്കിൽ ഞാൻ പോയിട്ട് എന്ത് ചെയ്യും? അബു ഉബാദയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കും. അബു ഉബാദ നമസ്കരിച്ചാൽ ഞാനും നമസ്കരിക്കും, ഇല്ലേ ഞാൻ തിരിച്ചു പോയി. നോക്കൂ, സൂക്ഷ്മത നോക്കൂ, കണ്ടോ? അവരുടെ സൂക്ഷ്മതയാണത്.
നമുക്കങ്ങനെയൊന്നുമില്ല. നമുക്ക് പിന്നെ അത്ര ഒരാളുടെ മരണത്തിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. പക്ഷേ അയാൾ ചെയ്യുന്നത് പച്ചയായി ചെറുക്കാമെന്ന് ബോധ്യപ്പെട്ട പിന്നെ അവിടെ ഇസ്തിഗ്ഫാറിന് പോകേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ 10 പേരുടെ പേര് നിർബന്ധമായി എന്ത് ചെയ്യണം? പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? 10 പാട്ടുകാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഇപ്പൊ കാരണത്തിന് സ്വൈര്യം ഇവിടെ അല്ലെ? 10 കളിക്കാരുടെ പേര് പറയാൻ പറഞ്ഞാലോ അല്ലെ 100 വേണമെങ്കിൽ പറഞ്ഞു തരും. ശരീരം വിറ്റ് ജീവിക്കുന്നവരവരൊക്കെ അല്ലെ? സിനിമാക്കാര് പേര് പറയാൻ പറഞ്ഞാലോ തീരുല കുട്ടികൾക്ക് പേര് പറഞ്ഞിട്ട്. ശരിയല്ലേ? അതൊക്കെ എന്താ? അതാണ് അറിവ്. അറിവ് അതല്ല വേണ്ടത്. സഹാബികളുടെ കൂട്ടത്തിൽ ആദ്യത്തെ 10 പേരാരാ? താബികളുടെ കൂട്ടത്തിൽ ആദ്യത്തെ 10 പേരാരാ? ഹദീസ് കൂടുതൽ ഉദ്ധരിച്ചത് ആരാ? 10 പേര്. ഇതൊക്കെ എന്ത് ചെയ്യണം? കുട്ടികളെ പഠിപ്പിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. അത് ശരിക്കും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം. അപ്പോ സമുദായത്തിന്റെ അമീനുൽ ഉമ്മ, സമുദായത്തിലെ വിശ്വസ്തൻ. സൂറത്ത് ആൽ ഇമ്രാനിന്റെ ആമുഖ വിശദീകരണം ഉണ്ടല്ലോ, അതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഒരു ചെറിയൊരു വിശദീകരണം അദ്ദേഹത്തെ കുറിച്ച് നൽകിയിരിക്കുന്നതായി കാണാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 1ാമത്തെ ആളാ. അദ്ദേഹത്തോട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അബൂബക്കറെ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവൻ തന്നെ സത്യം. ലസ്സിർകു, സിർക്ക് തന്നെയാണ്, അഖ്ഫാമിൻ ദബീബിൻ നംല്, ഒരു ഉറുമ്പിന്റെ കാലടികളെക്കാൾ, ഒരു ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ ഗോപ്യമായിട്ട് എന്തുവരും? സിർക്ക് കടന്നു വരും. കണ്ടോ? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇനി സിർക്കൊന്നും വരില്ല എന്ന് പേടിക്കല്ല വേണ്ടേ. സിർക്ക് പല കോലത്തിൽ അരിച്ചരിച്ചു വരും. അള്ളാഹുവാണ് സത്യമെന്ന് പറയാതെ എത്ര മുസ്ലിം മക്കയാണ് സത്യം, എന്റെ ഉമ്മയാണ് സത്യം എത്ര പേര് പറയുന്നുണ്ട്? എന്റെ കണ്ണാണ് സത്യം, അല്ല എന്റെ മക്കളാണ് സത്യം, നീയാണ് സത്യം പറയാറില്ലേ? പറയാൻ പാടുണ്ടോ? പാടില്ല. ശിർക്കാണത്. പക്ഷെ ശിർക്കിന്റെ 2 കൂട്ടമുണ്ട്. അതിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചു തരും. പക്ഷെ അത് പറയാൻ പാടില്ല. പിന്നെ ഒരു ചുരുക്ക് പറഞ്ഞുതരാം. നമ്മളൊക്കെ സുരക്ഷിതരാണെന്നുള്ള പറയാറുള്ളത്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരുന്നേനെ പറയാറുണ്ടോ? ഉണ്ടോന്നോ? അല്ലെ? ആ വസ്തു വാങ്ങിച്ചു. അന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളോട് ആ വസ്തു പോയി വാങ്ങുന്നു. പക്ഷെ വാങ്ങിയില്ലല്ലോ. പക്ഷെ ഇപ്പൊ അതിന് റെന്റിന് 4 ലക്ഷം ഉണ്ട് അല്ലെ? അന്ന് 2 ലക്ഷത്തിന് കിട്ടിയാനെ. ഒരാഴ്ച കൊണ്ട് അതങ്ങ് മാറിപ്പോയി അല്ലേ? പറയാൻ പാടുണ്ടോ? ഷിർക്കിലേക്ക് പോവും. അങ്ങനെ മരിച്ചാൽ അതിന്റെ ശിക്ഷയും കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹ് തീരുമാനിച്ച തീരുമാനം. ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവും, കൂട്ടിക്കടയിൽ നിന്ന് കൊല്ലത്ത് പോണ ബസ് 10:05 അതുകൊണ്ട് 9:50 വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് 10 മിനിറ്റ് നടന്നിട്ട് കൂട്ടിക്കട ചെന്ന് നിന്ന് അല്ലേ ബസ് കിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് ഭാര്യ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും 10 മണിയായി. അവിടെ റെയിൽവേ ക്രോസിന്റെ അടുത്തെത്തിയപ്പോ എന്ത് സംഭവിച്ചു? ബസ് നമ്മളെ നോക്കിയിട്ട് അങ്ങ് പോയി. ബസ് നിർത്തിയില്ല, പോയി. അപ്പൊ തിരിഞ്ഞിട്ട് ഭാര്യയുടെ നേരത്തെ നോട്ടം. എന്നിട്ട് ഒരു പറച്ചിൽ. എന്താ പറയാ എന്ന് പറഞ്ഞേ? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നേരത്തെ ഇറങ്ങണമെന്ന്. നേരത്തെ വന്നിരുന്നെങ്കിൽ അത് കിട്ടിയേനെ. പറയാൻ പാടുണ്ടോ? പാടില്ല. പക്ഷെ പറയാറുണ്ടോ? ഉണ്ട് അല്ലെ? ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, പേഴ്സെടുത്തില്ല ഭർത്താവ്. നാട്ടിലെ വിശ്വാസപ്രകാരം പിന്നെ എന്തില്ലാതെ പോണം? പേഴ്സില്ലാതെ പോണം. വിളിക്കാൻ പാടില്ല. വിളിച്ചാലോ ശകുനം. ഉണ്ടോ അങ്ങനെ ഒരു സാധനം? ഇല്ല. ഭാര്യ പേഴ്സും പിടിച്ച് ഇങ്ങനെ ഓടും. എന്റെ മുന്നിൽ കേട്ട് നേരെ തിരിച്ചു വരും. വേണോ അങ്ങനെ? ഇല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. അതുപോലെ തന്നെ പിന്നെന്താ? കറുത്ത പൂച്ച വട്ടം ചാടിയാൽ അല്ലേ? അതുപോലെ തന്നെ ചില പക്ഷികൾക്ക് നമ്മുടെ നാട്ടിൽ കരയാൻ പാടില്ല. അള്ളാഹ് കൊടുത്തൊരു അനുഗ്രഹമാണ് അവർക്ക് കരയാന്നുള്ളത്. അത് നമ്മുടെ നാട്ടിൽ ചില പക്ഷികൾക്ക് കരയാൻ പാടില്ല. കരഞ്ഞാൽ മരണം സംഭവിക്കും പോലും. ആ പക്ഷി കരഞ്ഞില്ലെങ്കിൽ മരണം സംഭവിക്കില്ല എന്നതിന്റെ അർത്ഥം. അങ്ങനെ ഉണ്ടോ? ഇല്ല. വീടുണ്ടാക്കുന്ന സമയത്ത്, ശരിക്കും വീടുണ്ടാക്കുന്ന സമയത്ത് മാഷാ അല്ലാഹ് എന്ന് പോലും എഴുതി വെക്കണ്ട. ആ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തലാണ് വേണ്ടത് അല്ലേ? നല്ലൊരു ഒരാൾക്കൊരു അനുഗ്രഹം കണ്ടു, മാഷാ അല്ലാഹ്, അത് അള്ളാഹ് ഉദ്ദേശിച്ചാണ് അദ്ദേഹത്തിന്. കഴിഞ്ഞോടെ മനസ്സിലാവുന്നുണ്ടോ? ഇത് അതിന്റെ മുന്നില് ഒരു സാധനത്തെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യം കാണാൻ നോക്കല്ലേ. അതുപോലെ തന്നെ ചെറിയ കുട്ടികള്, അള്ളാഹുടെ അനുഗ്രഹത്താൽ നല്ല ഭംഗിയുള്ള കുട്ടികളുണ്ടാവും. എല്ലാ കുട്ടികൾക്കും ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഈ കറുപ്പും വെളുപ്പൊക്കെ ഭംഗിയായി കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് കുട്ടീനെ അണിയിച്ചൊരുക്കി കണ്ണും പുലിയൊക്കെ എഴുതിട്ട് പിന്നെ കവിളത്തും ഒരു കുത്ത്. എന്തിനാ കുത്ത്? കണ്ണോടാതിരിക്കാൻ. കണ്ണോടാതിരിക്കാൻ എന്ത് ചെയ്യേണ്ട? റസൂൽ പ്രാർത്ഥന പഠിപ്പിച്ചു. അത് പഠിപ്പിക്കുക. അത് പഠിച്ചിട്ട് കൊണ്ടുപോവേണ്ട കുട്ടീനെ. അത് ചൊല്ലിയിട്ടാൻ കൊണ്ടുപോകാനെ. ഇത് കവിളത്തൊരു കുത്ത് അല്ലെങ്കിൽ നെറ്റിയില്. ഇപ്പൊ മറ്റു അന്യ സമുദായക്കാരെന്ത് ചെയ്യാ? കറക്കി പൊട്ടി ഇവിടെ കുത്തുന്നതിന് പകരം ഇവിടെ. അപ്പൊ ആദ്യം അതിലേക്കാണല്ലോ നോക്കൂ. അവര് വിശ്വാസം നമ്മളിലേക്ക്. നമ്മൾ നെറ്റി മാറ്റിയിട്ട് കവിളാക്കി. കാരണം നെറ്റിയിൽ നമുക്ക് ഇവിടെ തൊടാൻ പാടില്ലല്ലോ. എല്ലാത്തിനും നമ്മുടെ കയ്യിൽ പിന്നെ മറുമരുന്നുള്ളത് കൊണ്ട്
അല്ലെ? നമുക്ക് അങ്ങനെ അങ്ങ് പോകും. ഇതൊക്കെ ഉണ്ടോ നമുക്ക്? ഇല്ല. അതാ പറഞ്ഞത്, ഒരു ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് നിങ്ങളിലേക്ക് വരും. നോക്കൂ എത്ര ഉദാഹരണങ്ങളാ. അത് ശിർക്കാന്ന് തോന്നൂല നമുക്ക്, പക്ഷെ അത് ശിർക്കിന്റെ വഴിയിലേക്ക് പോകും. അവസാനം നിങ്ങൾ പേരും ശിർക്ക് ചെന്നിട്ട് എന്ത് ചെയ്യും? വീഴും. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക അലാ ശൈഇൻ ഇദാ ഫഅൽതഹു ദഹബ അൻക ഖലീലുഹു വകതീറുഹു. അബൂബക്കറേ, ഞാൻ താങ്കൾക്കൊരു വാക്ക് പഠിപ്പിച്ചു തരാം. താങ്കൾ അത് ചെയ്യുകയാണെങ്കിൽ, അത് പ്രാവർത്തികമാക്കിയാൽ ശിർക്ക് കുറച്ചായാലും കൂടുതലായാലും താങ്കളിൽ നിന്ന് അങ്ങ് പോയിക്കൊള്ളും എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുക ഇത് പറയാന്നുള്ളതല്ല. അഥവാ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് ചൊല്ലിയാൽ എന്ത് ചെയ്യും? ഒഴിവായി പോകും എന്ന് റസൂല് പഠിപ്പിച്ചു. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, അൻ ഉശ്രിക ബിക, ഞാൻ നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ, വ അന അഅലമു, ഞാൻ അറിഞ്ഞുകൊണ്ട്. നോക്കൂ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നത് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഏതാ? അപ്പൊ പോയിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടിയാലെന്ന് പറയല്ലോ. താൻ അറിയാം, പക്ഷെ വന്നുപോവാണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട് ഞാനേ ചെയ്യുന്ന റബ്ബെ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. വഅസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. എന്തിന്? ലിമാ ലാ അഅലം, അറിയാതെ വന്നു പോകുന്നതിന്. അല്ലെ, ചില സമയത്ത് അറിയാതെ അങ്ങ് വന്നു ആ വാക്ക്. അങ്ങനെ വന്നു പോകുന്നതിൽ നിന്ന് പാപമോചനവും അറിഞ്ഞുകൊണ്ട് വരുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പഠിപ്പിച്ചു കൊടുത്തു. അല്ലെ, നമുക്കറിയാം റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മളുള്ളത്. ഇവർ രണ്ടുപേരെ പറയുമ്പോൾ ഒരു ചരിത്രം അതിന്റെ കൂടെ പറഞ്ഞ് ഓർമ്മയിൽ ഉണ്ടായിരിക്കും, നല്ലതാണ്. ഏതാ സംഭവം? രണ്ടുപേരും കൂടിയിട്ടല്ലേ നബിയുടെ സ്വാഹിബ് എന്ന പേരിലാണ്, ഖലീൽ എന്ന പേരിലാണ്, കൂട്ടുകാരൻ എന്ന പേരിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അറിയപ്പെടുന്നത്. അല്ലെ, നബി അത്രമാത്രം സ്നേഹിച്ചിരുന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു പരീക്ഷണം, മക്കാ മുശ്രിക്കുകളുടെ അടിയിടിയെ കിട്ടിയിരുന്നോ? നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരൊറ്റ അടി കിട്ടിയിട്ട് ബോധം പോയിട്ടുണ്ട്. ഒറ്റ അടി അടിച്ചുള്ളൂ, ബോധം കെട്ടു വീണു. എന്നിട്ട് റസൂലിനെ മർദ്ദിച്ചു. മനസ്സിലായില്ലേ? റസൂലിനെ മർദ്ദിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്തിനാ അദ്ദേഹത്തെ മർദ്ദിക്കാന്ന് ചോദിച്ചോളൂ, ഒരൊറ്റ അടി അടിച്ചോളൂ, വീണു. എന്നിട്ട് റസൂലിനെ മർദ്ദിച്ചു, അവശനായി. അപ്പോ ഈ ഹദീസിലേക്ക് സ്ഥാപിക്ക് മിണ്ടാൻ പറ്റാതിരിക്കാണ്, അദ്ദേഹം ദുർബലനാണ്. അങ്ങനെ അദ്ദേഹം മനസ്സിൽ റബ്ബേ, ഇവരിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു വർത്താനം പറയാൻ ആവതുള്ള ഒരാളിങ് വന്നിരുന്നെങ്കിൽ അങ്ങനെ ആരോ പോയിട്ട് അബൂബക്കറിന്റെ ഉമ്മാനോട് പറഞ്ഞു. മനസ്സിലായോ? ഉമ്മയ്ക്കപ്പൊ മാനസികമായിട്ട് അല്പം ചായ ഇസ്ലാമിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഉമ്മ വന്നു. ഉമ്മ അബൂബക്കറിന്റെ മുഖത്ത് വെള്ളം തളിപ്പിച്ചിട്ട് എഴുന്നേച്ചുകൊണ്ടേ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് റസൂലുമായി ബന്ധപ്പെട്ട് എപ്പോ എന്തൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ റസൂലിന്റെ മരണം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും എന്തുണ്ട്? അബൂബക്കർ കൂടെ ഉണ്ട്. അല്ലെ? അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാണ്. ആ സംഭവം നല്ല മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിന്റെ ഹദീസ് പൂർണ്ണമായി ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചുരുക്ക രൂപം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചു തരാം. രണ്ടുപേരും കൂടിയിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു. രാത്രിയാ പോകുന്നത് നമുക്കറിയാം. രാത്രി യാത്രയും പകലും മറഞ്ഞിരിക്കലുമാണ്. ഹിജ്റ എന്നൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു രസമാണ് കേൾക്കാൻ. ഹിജ്റ പലായനം കഴിഞ്ഞില്ലേ? പക്ഷെ അതിന്റെയൊക്കെ ചരിത്രത്തിൽ എന്തുണ്ട്? ഒരുപാട് വേദനിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. നമുക്ക് ഇസ്ലാം ആയതിന്റെ പേരിൽ നമ്മൾ ഒരു ശരീരത്തിൽ മണ്ണ് പോലും വീണിട്ടില്ല എന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നമുക്ക് പരാതിയാണ്. ഏറ്റവും വലിയ അനുഗ്രഹത്തിലാണ് നമ്മളോട്, എന്നിട്ട് നമുക്ക് പരാതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി യാത്ര പോയി. അങ്ങനെ സൗർ എന്ന ഗുഹയിൽ ഒളിച്ചു. അല്ലെ? സൗർ എന്ന ഗുഹയിൽ ഒളിച്ചു. സൗർ എന്ന ഗുഹയിൽ ഒളിക്കുമ്പോ അവിടെ ഒരു സംഗതി കൂടിയുണ്ട്. ഈ ഗുഹയുടെ അകത്തേക്ക് ആദ്യം കയറുന്നത് ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞ്? റസൂലെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കടിച്ചോട്ടെ. നോക്കൂ, റസൂലിനുള്ള സ്നേഹാണത്. എന്നെ കടിച്ചോട്ടെ എന്നാണ്. അങ്ങനെ അതിന്റെ മുന്നിലുണ്ടായിരുന്ന ചലന്തി വലയൊക്കെ തട്ടി മാറ്റി. എന്നിട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ ആ ഗുഹയുടെ ഉള്ളില് എന്താ പറയാ, ചെറിയ ചെറിയ മാളങ്ങൾ, അതിനല്ലേ പറയാ, ഇവിടെ ചെറിയ ചെറിയ മാളങ്ങളുണ്ട്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു വസ്ത്രത്തിൽ അവിടെ ഇവിടെ നീണ്ടു കിടന്ന തുണികൾ മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു? ചുരുട്ടിയിട്ട് ഈ മാളങ്ങളിൽ വെച്ച് അടച്ചു. എന്തിനാ അടയ്ക്കുന്നത്? പാമ്പോ തേളോ ക്ഷുദ്രജീവികളോ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി.
എന്നിട്ട് പിന്നീട് 2 മാളുണ്ട്, അത് അടയ്ക്കാൻ തുണിയില്ല. എന്ത് ചെയ്തു? 2 കാലും അതിലേക്ക് ചേർത്ത് വെച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അതിലേക്ക് 2 കാലും ആ ദ്വാരത്തിലേക്ക് ചേർത്ത് വെച്ചു. റസൂലിനെ സിദ്ദീഖ് റളിയല്ലാഹു മടിയിൽ ഇങ്ങനെ കിടത്തിയപ്പോ റസൂൽ കിടന്ന ഉടനെ ഉറങ്ങിപ്പോയി. കാരണം അത്രയും ക്ഷീണുണ്ട്. അപ്പോ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു ഉറങ്ങാതെ കാത്തിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുമ്പോൾ അബൂബക്കറിന്റെ കവിളിൽ നിന്ന് കണ്ണുനീർ നബിയുടെ മുഖത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ തുള്ളി തുള്ളിയായി വീഴുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ നനവെന്ന് കണ്ടിട്ടാണ് എന്ത് ചെയ്ത് സിദ്ദീഖ് റസൂലുള്ളാഹി എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ അബൂബക്കർ ഇങ്ങനെ കരയാണ്, കണ്ണ് ചുവന്നിട്ട് ഇങ്ങനെ വെള്ളം വരികയാണ്, ശരീരം അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ അബൂബക്കറെ എന്ന് ചോദിച്ചു. എന്താ അബൂബക്കറെ എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ അങ്ങനെ മിണ്ടാതെ കാലം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. 2 കാലും ഇങ്ങനെ കറുത്തിങ്ങനെ വരികയാണ്. കാരണം വിഷം തട്ടിയിട്ടാണ്. അതിന്റെ ഉള്ളിലുള്ള വിഷജന്തു അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലിൽ കടിച്ച് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാല് മാറ്റുന്നില്ല. എന്താ? കാല് മാറ്റിയാൽ റസൂലുള്ളാഹിയുടെ ഉറക്കത്തിന് തടസ്സം വരും. തന്റെ ജീവനേക്കാൾ നോക്കൂ, തന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവർക്കൊക്കെ താനാണ് ആശ്രയം. പക്ഷേ തന്റെ ജീവനേക്കാൾ റസൂലിന്റെ ഒരു നേരത്തെ ഉറക്കം നഷ്ടപ്പെടുന്നതിന് ആര് പേടിച്ചു? ഇഷ്ടപ്പെട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഉടനെ എന്ത് ചെയ്തു? റസൂൽ കാല് മാറ്റാൻ പറഞ്ഞു. കാലെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുപ്പല് കൊണ്ട് ആ കാലിൽ പുരട്ടി. അതോടുകൂടി എന്ത് ചെയ്തു? ആ വിഷം ഇല്ലാതായി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ പച്ചയായ ഒരു ചിത്രമാണ്. പക്ഷെ ഇതല്ല ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതല്ല കാണുന്നത്. റസൂൽ നമ്മുടെ കൂടെ ഇല്ലല്ലോ. പക്ഷെ റസൂലിനെ എങ്ങനെ സ്നേഹിക്കേണ്ടത്? റസൂല് പഠിപ്പിച്ച ദീൻ അതുപോലെ നെഞ്ചേറ്റ് ജീവിക്കുക. റസൂല് പഠിപ്പിച്ച പോലെ ജീവിക്കാം. പക്ഷെ ഇന്ന് റസൂല് പഠിപ്പിച്ച പോലെ ജീവിക്കുന്ന ആളുകൾ ഇല്ലല്ലോ. എന്നിട്ട് നബി സ്നേഹം എന്ന പേരിൽ നാടിങ്ങനെ അലങ്കരിക്കുക, സിനിമാ പാട്ടിടുക, അതുപോലെ അതിനകത്ത് നൃത്തം ചെയ്യുക, ആനപ്പുറത്ത് കയറുക, വണ്ടിയിൽ പാട്ടും കോലാഹലങ്ങളുമായി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടും ശല്യങ്ങളും ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നബി സ്നേഹമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിന്റെ ഇടയിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അയാൾ ആരെ ചീത്ത പറയും? നബീനെ ചീത്ത പറയും അല്ലേ? ഒരാളുടെ ആംബുലൻസായി പോയിക്കൊണ്ടിരിക്കുക, അപ്പോഴാണ് വലിയ ജാഥ, റോഡ് നിറച്ച ആളുകള്, ആരെ ചീത്ത പറയാ? നബീനെ ചീത്ത പറയാ. അതൊക്കെ വേറെ. പക്ഷേ അങ്ങനെയല്ല നബി എന്ത് ചെയ്യേണ്ടത്, സ്നേഹിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഒരേ ഒരു ചരിത്രം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. സ്നേഹിച്ചില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല. ആ സ്നേഹത്തിന്റെ അടയാളമാണ് സ്വലാത്തു ചൊല്ലല്, നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കല്. മനസ്സിലാവുന്നുണ്ടോ? നബി പറഞ്ഞതുപോലെ ജീവിക്കലൊക്കെ ആ നബിയോടുള്ള സ്നേഹമാണ്. കാരണം എന്താ, നമ്മളൊരു ഹൈറ് ചെയ്താൽ അതിലൊരു കൂലി ആർക്കുണ്ട്? നബിക്കുണ്ട്. നമ്മളിപ്പോ ഇരിക്കുന്നു, ഇവിടെ 20 പേരുണ്ടെങ്കിൽ ഈ 20 പേർക്ക് കിട്ടുന്ന കൂലി നമുക്ക് ഓരോന്ന് കിട്ടുന്നെങ്കിൽ നബിക്ക് 20 കൂലി ഇപ്പൊ കിട്ടി. എന്താ കാരണം? ഓരോരുത്തരും ഒരു പ്രതിഫലം നബിക്കാണ്. അപ്പൊ നബിയോട് സ്നേഹമുള്ളവൻ തെറ്റ് ചെയ്യൂല. നബിയോട് സ്നേഹമുള്ളവൻ നല്ലതേ ചെയ്യൂ. കാരണം എന്താ? എന്റെ നബിക്ക് ആ നന്മ കൂടി ലഭിക്കും എന്ന് കരുതി. അതാണ് നബി സ്നേഹം. ഇത് നബിക്കെതിരായിട്ടെല്ലാം ചെയ്യുക. 2 റബീഉൽ അവ്വൽ 12 കാടടച്ചൊരു വെടിവെക്കുന്ന പോലെ വെടിവെച്ചാലും നബി സ്നേഹം ആവില്ല എന്നുള്ളത് സാന്ദർഭികമായി ഉറപ്പെടുത്താണ്. അപ്പൊ ഒന്നാമത്തെ ഖബറിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്ത്? ശിർക്ക്. രണ്ടാമത്തത് പറഞ്ഞു മൂത്ര വിസർജനത്തിൽ നിന്ന് ശുദ്ധിയാവാതിരിക്കലും മറ സ്വീകരിക്കാതിരിക്കലും. മൂത്രമൊഴിച്ചാല് ശുദ്ധിയാക്കാത്തവർ ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാവില്ല. എല്ലാവരും ശുദ്ധിയാക്കുന്നവരല്ലേ? ശുദ്ധിയാക്കുന്നവർ. കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ മൂത്രമൊഴിക്കാനുള്ള വെള്ള സൗകര്യം ഉണ്ടോ നോക്കിയുണ്ടോ? ആരും മിണ്ടാത്ത? ആരെയും മക്കൾ പഠിക്കുന്നില്ല? ഇല്ല. PTA മീറ്റിങ്ങിന് പോകാറുണ്ടോ? ഇല്ല. ഉണ്ട്. A+ഉം B+ ഒക്കെ നോക്കി പോരും. കുട്ടി മൂത്രം ഒഴിച്ചോ കഴുകിയതും നമുക്കൊരു പ്രശ്നമല്ല. അന്വേഷിക്കാറുണ്ടോന്നാ ചോദിച്ചേ. അവിടെ സൗകര്യം ചെയ്യാൻ എല്ലാവരും സംവിധാനങ്ങളും ഉണ്ട്. അത് ചോദിക്കാനും പറയാനും ആള് വേണമെന്നുള്ളൂ. പോയിട്ട് എന്തോടോ പിടിപ്പിക്കാത്തന്നല്ല ചോദിക്കണ്ട്. ഇങ്ങനെയാണ് സംഗതി. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനൊരു സൗകര്യം, നിങ്ങളൊരു പൈപ്പ് സൗകര്യം എന്ത് ചെയ്യണം? ഒരുക്കണം എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? പക്ഷെ അതും നമുക്ക് വലിയ താല്പര്യമുള്ള കേസല്ല. ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്കൂൾ ഏതാ? അവിടെ ഇനി തുണി ഇല്ലാതെ പോയാലും കുട്ടി A+ കിട്ടിയാൽ മതി എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ശരിയല്ലേ? ആ കോലം മാറിയിട്ട് PTA മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പറയണം, കുട്ടി ഇങ്ങനെ ഇത്ര ആയിട്ടുണ്ട്, അതുകൊണ്ട് അവനിങ്ങനെ അവന്റെ പ്രാഥമിക ആവശ്യം കഴിഞ്ഞാൽ ആ ഭാഗം ശുദ്ധീകരിക്കേണ്ട ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അതിനുള്ള സൗകര്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരുക്കി കൊടുക്കണം. അതിൽ ഒരാളെ വിളിച്ച് മാറ്റി വെച്ചിട്ട് പറഞ്ഞാൽ മതി, പ്രശ്നം കഴിഞ്ഞു.
മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതൊക്കെ പറയാൻ നമ്മൾ എന്ത് വേണം? തയ്യാറാകണം. ഇല്ലെങ്കിൽ അതിങ്ങനെ പഠിക്കാതെ വന്നു വെച്ചാൽ വലുതായാലും ചെയ്യൂല. ചെയ്യാതെ വരുമ്പോ മരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഖബറിൽ ശിക്ഷിക്കപ്പെടും. നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് രണ്ട് കാര്യമാണ് ഇത് പറഞ്ഞത്. മൂത്രമൊഴിച്ചാൽ ശുചീകരിക്കാതിരിക്കുക, മറയില്ലാതെ മൂത്രമൊഴിക്കുക. മറയില്ല എന്ന് പറഞ്ഞാൽ റോഡിന്റെ സൈഡിലൊക്കെ എന്നിട്ട് ഇങ്ങനെ മുണ്ടും പൊക്കി പിടിച്ചിട്ട് മൂത്രമൊഴിക്കണ ആണുങ്ങളുള്ളത്. അപ്പൊ പാടുന്ന ഒരു മുസ്ലിമിന് പാടില്ല. അതുപോലെ നമ്മുടെ പള്ളികളിലെ ടോയ്ലറ്റുകളൊക്കെ വീണ്ടും പരിശോധിക്കേണ്ടത്. എന്താ കാരണം? അതിന് മറ ഉണ്ടാവില്ല. മറാന്ന് മാത്രമല്ല, ചിലന് പൊക്കം തന്നെ ഉണ്ടാവില്ല. ശരിക്കും അതെന്ത് ചെയ്യണം? ഒരു ഡോറ് പിടിപ്പിക്കാനുള്ള സൗകര്യം വേണം. എണ്ണം കുറഞ്ഞാലും ഈ മറ മറ്റുള്ളവരിങ്ങനെ പോകുമ്പോൾ കാണാൻ പാടില്ലല്ലോ. അതൊരു പരിശോധിക്കേണ്ട വിഷയമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖബറൈനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രണ്ട് ഖബറുകൾക്കരികിലൂടെ നടന്നുപോയി. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാനി. ഈ ഖബറിലുള്ള രണ്ടു പേരും ശിക്ഷിക്കപ്പെടുക തന്നെയാണ്. നോക്കൂ, ആ ഖബറിലെ രണ്ടുപേരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വമാ യുഅദ്ദിബാനി ഫീ കബീരിൻ. നബി പറയുന്നതാ, ഒരു നമ്മൾ പരിഗണിക്കുന്ന വലിയൊരു കാര്യത്തിന്റെ പേരിൽ എല്ലാവരും എന്ത് ചെയ്യുന്നത്? ശിക്ഷിക്കപ്പെടുന്നത്. നോക്കൂ, മറ്റൊരു ഹദീസിൽ കാണാം, അല്ല അവർ വലിയതിന്റെ പേരിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ശിക്ഷിക്കപ്പെടുന്നത്. അപ്പൊ രണ്ടും എന്താണ്? വലിയ കാര്യമാണെന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? എന്നിട്ട് പറഞ്ഞു, അമ്മ അഹദുഹുമ, അവരിൽ ഒരാൾ ഫകാന ലാ യസ്തതിറു മിനൽ ബൗലി, മൂത്രമൊഴിക്കുന്ന സമയത്ത് അവൻ മറ സ്വീകരിച്ചിരുന്നില്ല. കാഷ്ടിച്ച സമയത്തൊന്നല്ല, ബൗൽ എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കലാണ്. മൂത്രമൊഴിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തിട്ടില്ല? അത് മറയില്ലാത്തൊരു നീണ്ട ബാത്റൂമിൽ കയറിയിട്ട് രണ്ട് മുസ്ലിം ചെറുപ്പക്കാർക്ക് ഒരുമിച്ച് മൂത്രമൊഴിക്കാൻ പറ്റുമോ? രണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? സ്ത്രീകൾക്ക് മാത്രമാണ്, അതുകൊണ്ട് വേറെ അല്ല, എല്ലാവരും ഒരുമിച്ചിരുന്നു പറഞ്ഞാൽ പറ്റുമോ? പറ്റൂല. അന്യ സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണ് മുസ്ലിം സ്ത്രീയുടെ സൗന്ദര്യം കാണാൻ പാടുണ്ടോ? കഴുത്തും കയ്യും കാലൊക്കെ പാടില്ല. അന്യ സമുദായത്തിൽ സ്ത്രീയുടെ കാര്യം പറഞ്ഞു. അപ്പൊ പുരുഷനാരും പിന്നെ പറയണ്ടല്ലോ. എന്താ ഖുർആൻ പറഞ്ഞു? പാടില്ല എന്നാണ്. ഖുർആനാ പറഞ്ഞ പാടില്ല എന്ന്. കുളിക്കടവ് എന്നുള്ള സമ്പ്രദായം ഇല്ല ഇസ്ലാമിൽ. ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ കുളിക്കടവ് ഉണ്ടോന്നല്ല ചോദിക്കും. നമ്മുടെ വീട്ടിലെ മുസ്ലിം സ്ത്രീകൾ അങ്ങനെ പൊതു സ്ഥലത്തൊന്നും കുളിക്കണ്ടെന്നാ ചോദിച്ചത്. ആവട്ടെ, ഒരു ഭാഗത്തേക്ക് നമ്മുടെ ആളുകൾ നമ്മളോട് നമുക്ക് പറയാന്നുള്ളതല്ല, വേറൊന്നുമില്ല. അങ്ങനെ കുളിച്ചാൽ ആ പെണ്ണുങ്ങളുടെ മേലെ അള്ളാന്റെ ശാപം ഉണ്ടാവും. മനസ്സിലായോ? തുറച്ചായിട്ട് നിന്നൊരു പെണ്ണ് കുളിക്കാനൊന്നും പാടില്ല. അഥവാ അന്യ സമുദായത്തിൽപ്പെട്ട സ്ത്രീ പോലും ഈ പെൺകുട്ടിയുടെ, ഈ സ്ത്രീയുടെ, മുസ്ലിം സ്ത്രീയുടെ കയ്യോ കഴുത്തോ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പറയണോ? അപ്പൊ ഈ വിനോദത്തിനൊക്കെ പോകണമെന്നില്ല കൂടുതൽ കുറ്റാലെന്ന് അവിടെ വിളിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഞാൻ എന്താ 10 പറഞ്ഞു തരണ്ടേ? ഹലാലാക്കി തരണോ? സിൽവർ സ്റ്റോമും വീഗാലാൻഡും അതുപോലെ തന്നെ കുറ്റാലാണെങ്കിലും ഏതാണെങ്കിലും അതൊക്കെ ഇതിൽ പെടും. അതൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് ഇൻഷാ അല്ലാഹ് സ്വർഗത്തില്. വീഗാലാൻഡിലൊക്കെ യുവാക്കൾ പോണെന്തിനാ? ഉറക്കെ പറയണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് അവിടെ എന്ത് ചെയ്യണ്ട? നഗ്നകളാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഒരു കാഴ്ച വസ്തുവാക്കി മാറ്റേണ്ട ആവശ്യമില്ല. കേട്ടില്ലേ? അത് ശ്രദ്ധിക്കണം എന്നേ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. ശ്രദ്ധിക്കണം എന്നല്ല, ഒഴിവാക്കണം. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു പോകാന്നുള്ളതല്ല, അത് ഒഴിവാക്കണം. അപ്പൊ പറഞ്ഞു, അതിൽ ഒരാൾ മൂത്രമൊഴിക്കുമ്പോൾ അവൻ മറ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് കോളേജിൽ പോകുന്ന കുട്ടികള്, എന്റെ മുന്നിലിരിക്കുന്ന യുവാക്കള്, സ്കൂളിൽ പോകുന്ന കുട്ടികള് എന്ത് ചെയ്യണം? മറ സ്വീകരിക്കണം. കേട്ടല്ലോ? നല്ല സൗകര്യങ്ങളില്ലെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ എന്താ? ലാ യസ്തൻസിഹു അനിൽ ബൗലി ഔ മിനൽ ബൗലി. അയാൾ മൂത്രത്തെ തൊട്ട് അല്ലെങ്കിൽ മൂത്രത്തിൽ നിന്ന് ശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല. മൂത്രവുമായി ബന്ധപ്പെട്ട് രണ്ടും പറഞ്ഞു. ഒന്നെന്താ? മറ സ്വീകരിച്ചിരുന്നില്ല. രണ്ടാമത്തത്, അദ്ദേഹം ശുദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷെ മറ സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ എന്താ? മറ്റു ജാതിക്കാരെ പോലെ മൂത്രമൊഴിച്ചു ഇങ്ങ് പോന്നു, ശുദ്ധീകരിച്ചില്ല. വെള്ളം കൊണ്ട്, വെള്ളമില്ലെങ്കിൽ കല്ലുകൊണ്ട് ശുദ്ധീകരിക്കണം എന്നാണല്ലോ. ഇതൊന്നും ചെയ്യാതെ അവനെന്ത് ചെയ്തു?
ഇങ്ങ് പോന്നു. അതുകൊണ്ടാണ് അവനിപ്പോ എന്ത് ചെയ്യുന്നത്? ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത്. കൂട്ടത്തില് ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ ഉദ്ധരിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ചില യുവാക്കളുടെ പാൻറ് ഉണ്ടാക്കുന്നു, ഇവരെങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയെന്ന് തോന്നുന്നു. അല്ലേ? ശരിയല്ലേ? ഇപ്പൊ അതിനേക്കാൾ വൃത്തികെട്ട രൂപത്തിലാണ് ആര് പോകുന്നത്? പെണ്ണുങ്ങൾ പോകുന്നത്. നമ്മുടെ വലിയൊരു എഴുത്തുകാരി പറഞ്ഞത് അർദ്ധവ്യഭിചാരിണികളാണ് അങ്ങനെയുള്ള പെണ്ണുങ്ങൾ എന്നാണ്. റസൂലിന്റെ ഖുർആന്റെ ഒന്നും വാക്കല്ല, ഒരു അന്യ സമുദായത്തിൽ പെണ്ണ് എഴുതിയതാണ്. വീടുകളിൽ വാപ്പയുടെയോ സഹോദരന്മാരുടെയോ മുന്നിൽ പോലും ഇടാൻ പറ്റാത്ത വേഷമാണ് അതെന്നാ പറഞ്ഞത്. മനസ്സിലാവുന്നല്ലോ പറയുന്നത്? ഭർത്താവിന്റെ മുന്നിൽ ഭർത്താവ് ഒറ്റക്കൊള്ളപ്പെടുന്നുണ്ടല്ലോ കുഴപ്പം, മറിച്ച് വേറൊരാളുടെ മുന്നിൽ ആ സാധനം. പക്ഷെ അത് ഇട്ടിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ലോകം ചുറ്റുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്താണ്. അപ്പൊ അങ്ങനെയുള്ള പാൻറ്റൊക്കെ എടുത്ത് ആൺകുട്ടികളെ എങ്ങനെ മൂത്രമൊഴിക്കാം? നിന്ന് പകുതിയാ പോണ്ടാവുള്ളൂ മിക്കവാറും, ബാക്കി പകുതി പാൻറ്റിന്റെ അകത്തുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. മക്കളുടെ വസ്ത്രമൊക്കെ വാങ്ങുമ്പോ പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികൾ ഇങ്ങനെ ചെരുപ്പിന്റെ അടിയിലേക്ക് പാൻറ്റിന്റെ പകുതി ഇങ്ങനെ ചവിട്ടിക്കറ്റി വെക്കും, ഇല്ലേ? അതിലുണ്ടാവും കാഷ്ടവും മൂത്രമൊക്കെ. പള്ളിയിലേക്ക് കയറുമ്പോൾ അതങ്ങ് മടക്കി വെക്കും. പള്ളിയിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അഞ്ഞ് വേറെന്തെങ്കിലും നീയത്താണോ നമുക്കറിയില്ല. അതും ഇതിൽ പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാത്റൂമിലേക്ക് കയറുമ്പോഴേ ആ ബാത്റൂമിലുള്ള നമ്മുടെ വസ്ത്രത്തിലേക്ക് ആയി പോന്നാലും അത് ഇതിൽ പെടുവോ എന്ന രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം നമ്മൾ. കേട്ടല്ലോ? അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്തറു അദാബിൽ ഖബരി ഫിൽ ബൗൽ. ഈ മൂത്രത്തിന്റെ വിഷയത്തിലാണ് ഖബറിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നതാണ്. നോക്കി, ഫതനസ്സഹു മിനൽ ബൗൽ. അതുകൊണ്ട് നിങ്ങൾ മൂത്രമൊഴിച്ചാൽ ശുദ്ധിയാകണം കേട്ടോ. മൂത്രമൊഴിച്ചിട്ട് ശുദ്ധിയായില്ലെങ്കിൽ അതിന്റെ പേരിലാണ് ഖബറിൽ ഏറ്റവും അധികം ശിക്ഷാന്ന്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് പറയുമ്പോ ആർക്കെങ്കിലും നാണാവുണ്ടോ? അല്ല, നാണാവുണ്ടെങ്കിൽ കുറച്ചേരം മാറ്റി വെക്കാൻ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അത് തന്നെ. അതുപോലെ തന്നെ പറഞ്ഞു, തനസ്സഹു മിനൽ ബൗൽ. മൂത്രമൊഴിച്ചാൽ നിങ്ങൾ ശുദ്ധീകരിക്കണം. ഫഇന്ന ആമത അദാബിൽ ഖബരി മിൻഹു. കാരണം ഖബർ ശിക്ഷയിൽ ഏറ്റവും കൂടുതൽ ജനറലായ ഖബർ ശിക്ഷയിൽപ്പെട്ടതാണ് എന്ത്? മൂത്രമൊഴിച്ചാൽ ശുദ്ധിയാക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് ആണുങ്ങളുടെ മൊത്തം പ്രശ്നമല്ല, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇതിൽ ഒന്നാകെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മൂന്നാമത്തത് നമീമത്ത്, ഏഷ്ണി പറയാന്നുള്ളതാണ്. മൂന്നാമത്തത് ഏഷ്ണി പറയാന്നുള്ളത്. ഈ ഹദീസിൽ ആദ്യത്തെ ഹദീസിന്റെ ബാക്കിയായിക്കൊണ്ടാ പറയുന്നത്. എന്താ? വ അമ്മൽ ആഖർ. എന്നാൽ രണ്ടാമൻ. എന്ത് രണ്ടാമൻ? എന്താ രണ്ടാമൻ? അല്ല, ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന രണ്ടിൽ ഒരാളുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അല്ലേ? ഒരാളെന്താ ചെയ്തിരുന്നത്? മൂത്രമൊഴിച്ചാൽ മറ സ്വീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മൂത്രമൊഴിച്ചാൽ വൃത്തിയാക്കിയിരുന്നില്ല. ശരിയല്ലേ? ശരിയാണ്. തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ്. ഡോറ് വേണമെന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാതെ മുൻഭാഗം മാത്രം മറയുക, പിൻഭാഗം തുറന്നിടുക എന്നുള്ളതല്ല. തുറസായ ഒരു സ്ഥലത്ത് നിന്നൊരു മുസ്ലിമിന് അങ്ങനെ ഉള്ള ഇതില്ല. എന്നാൽ തീരെ സൗകര്യമില്ല. അങ്ങനെ ഉള്ളുവെങ്കിൽ ഒരു ചുമരോ ഒരു മരം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചേർന്ന് നിൽക്കണം എന്നാ പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ വിരുദ്ധമായിട്ടുള്ള ഹദീസുകളും കാണാം. ശരി, ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെന്ത് ചെയ്യാം? പറഞ്ഞുതരാം. അത് തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങ് ഒരിക്കലും തന്നെയാണ് ഏറ്റവും നല്ലത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കതിനുള്ള ഇപ്പൊ വലിയ 10-40 ലക്ഷം രൂപ മുടക്കി പള്ളി പണിതിട്ടാണ് മൂത്രപ്പുരയ്ക്ക് വാതില്ലാത്തത്, അല്ലെ? അപ്പൊ അത്രയും ദാരിദ്ര്യം പോലെയാണ്. അത് ശ്രദ്ധിക്കണം എന്ന് മാത്രം. രണ്ടാമത്തെ നബി പറഞ്ഞു അമ്മൽ ആഖർ. ഇതോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഫകാന യംശി ബിൻ നമീമ. അവൻ ഖബറിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താ? അവൻ നടന്നത് നമീമത്തുമായിട്ടാണ്. എന്തായി നമീമത്ത്? ഏഷണി പറയുക. സുമ്മ അഖദ ജരീദതൻ റതുബ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടയായ ഒരു ഈത്തപ്പന പട്ടയെടുത്തു. മനസ്സിലായല്ലോ? അപ്പൊ നമീമത്തിനെ ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു എന്ന് കരുതണ്ട. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബീനെ ചില കാഴ്ചകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്താണ് ഇരുമ്പിന്റെ നഖങ്ങൾ. ആ നഖങ്ങളുള്ളവർ ആ ഇരുമ്പിന്റെ നഖം ഉപയോഗിച്ചിട്ട് മുഖം ഇങ്ങനെ മാന്തി കീറും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നെഞ്ച് മാറുടെ ഇങ്ങനെ മാന്തി കീറും. പിന്നെ 2 തുടകളും മാന്തി കീറും. ചോദിച്ചു ഇവരാരാണ്? അവർ പറഞ്ഞു അവർ പരദൂഷണക്കാരാണ്.
വേറെ ചില ആളുകളൊക്കെ ഉണ്ട്, നാവരിങ്ങനെ പിടിച്ചു വലിച്ചു നീട്ടും, എന്നിട്ട് കത്രി വെച്ചിട്ട് ആ നാവ് അങ്ങ് മുറിച്ചെടുക്കും. മനസ്സിലായോ? നിലത്തിടും. അത് കഴിയുമ്പോൾ വീണ്ടും പഴയ രൂപം വരും, പിടിച്ചു വലിക്കും, കത്രി വെച്ച് മുറിക്കും. ഇതാരാണെന്ന് ചോദിച്ചാൽ അവരെന്താ ഇങ്ങനെ ശിക്ഷിക്കപ്പെടാൻ കാരണം? അവർ കളവ് പറയുന്നവരും പരദൂഷണക്കാരുമായിരുന്നു. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കപ്പെടേണ്ട വിഷയമാണ്. കാരണം ഇസ്രാ മിറാജ് യാത്രയിലുള്ള ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതിന്റെ പോകുന്ന വഴിയിൽ ആ ഹദീസുകളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, പറഞ്ഞു തരാവുന്നതാണ്. എന്ന് നബി പറഞ്ഞു. നബി ചെയ്തെന്താ, പച്ച ഈത്തപ്പന പട്ട എടുത്തു, എന്നിട്ട് ഫശഖഹാനിസ്ഫൈനി രണ്ടായിട്ട് ചീന്തി, മേലെയും താഴേക്ക് ഇങ്ങനെ രണ്ടായിട്ട് ചീന്തി എടുത്തു. ഫഗറസ ഫീ കുല്ലി ഖബരിൻ വാഹിദ, ഓരോ ഖബറിലും അതിന്റെ ഓരോന്നിങ്ങനെ കുത്തിവെച്ചു. ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് അവർ ചോദിച്ചു, റസൂലേ ലിമ ഫഅൽത ഹാദാ, എന്തിനാ ചെയ്തേ? അപ്പൊ നബി പറഞ്ഞു, ലഅല്ലഹു യുഖഫഫു അൻഹുമാ, ആ ശിക്ഷ അവർക്കൊന്ന് ലഘൂകരിക്കപ്പെട്ടേക്കാം. ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷ ലഘൂകരിക്കപ്പെട്ടേക്കാം. മാലം യൈബസാ, ഇവ രണ്ടും ഉണങ്ങാത്ത കാലം അത്രയും. ഈ പച്ച ഈത്തപ്പന കുത്തിയില്ലേ, അത് ഉണങ്ങാത്ത കാലം അത്രയും അവർക്ക് എന്ത് കിട്ടിയേക്കാം? ശിക്ഷ ഒഴിവാവുമല്ല, ലഘൂകരിക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്രയും പറഞ്ഞിട്ട് പോയി. പിന്നെ മരണം നടന്നിട്ടുണ്ട്, പിന്നെയും ഖബർ ശിക്ഷ ഉണ്ടായിട്ടുണ്ട്. വേറെ ഒരു സ്ഥലത്ത് നബി എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ പച്ചപ്പട്ട കുത്തിയ ചരിത്രമല്ല. ഒന്ന്. രണ്ടാമത്തത്, ഒരു ഈത്തപ്പനയുടെ പച്ചപ്പട്ട നടുവിൽ ഇങ്ങനെ വട്ടം മുറിക്കുകയല്ല, നീളത്തിങ്ങനെ ചേൽച്ചിട്ട് മണലാരണ്യത്തില് പച്ച സൂര്യന്റെ ചുട്ടുമുള്ള സൂര്യന്റെ താഴെ ഇങ്ങനെ കുത്തിവെച്ചാൽ എത്ര മണിക്കൂർ ആഴ്ച ഉണ്ടാവും? 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, അല്ലെങ്കിൽ നോക്കട്ടെ 1 ആഴ്ച ഇല്ല, നമുക്കറിയാം. ഇനി ഏറ്റവും മാക്സിമം നബി എന്താ പറഞ്ഞത്? കിട്ടിയെന്നല്ല പറഞ്ഞത്, കിട്ടിയേക്കാം എന്നാ പറഞ്ഞത്. അതിനെ തല പിടിച്ചിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഒരു മയ്യത്തിനെ കബറടക്കിയ തലയുടെയും കാലിന്റെയും തലയുടെയും ഭാഗത്ത് എന്ത് കുത്തുന്നത്? മൈലാഞ്ചി കുത്തും, അല്ലെ? മൈലാഞ്ചി ഒരിക്കലും ഉണങ്ങൂലാത്ത സാധനം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആ മനുഷ്യൻ കബറിൽ ശിക്ഷയിലാണ് ആണോ? അല്ല. അങ്ങനെ ആരും അതിനെ ദുർവ്യാഖ്യാനിക്കണ്ട. ചെടി കുത്തുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. കബറിൽ മൈലാഞ്ചി കുത്താനോ ചെടി കുത്താനോ അതല്ലേ മറ്റെന്തെങ്കിലും കുത്താനുള്ള അനുവാദമില്ല. കബറാണ് തിരിച്ചറിയാൻ വേണ്ടി ഒരു ചാണ് ഉയർത്തണം. കബറാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 2 ഭാഗത്തും എന്ത് ചെയ്യണം? ഓരോ കല്ല് വെക്കണം. ആ കല്ലിൽ പേരെഴുതാനോ അഡ്രസ് എഴുതാനോ കത്തയക്കാനുള്ള പരിപാടിയൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും പറ്റില്ല. മനസ്സിലാവുന്ന പറയുന്നത്? അതുകൊണ്ട് 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. കബറിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണമാണ് അവനവൻ സൂക്ഷിച്ചാൽ അവനവൻ കബറിൽ സുരക്ഷിതരാണ്. ഇനി മറ്റെന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാകാനാണ് ശ്രദ്ധിക്കുന്നെങ്കിൽ ആ ന്യായീകരണത്തിന്റെ വിശദീകരണം അവസാനം കബറിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്താണെന്ന് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അറിയിച്ചു തരും. ഇവിടെ തർക്കിക്കാനും വാദിക്കാനും അതുപോലെ തന്നെ അവനവന്റെ വാദം ജയിക്കാൻ വേണ്ടി പലതും പറയാനൊക്കെ ആളുകളുണ്ടാവും. പക്ഷേ ഖബറിൽ നമ്മൾ എന്താണ്? ധരിച്ചാണ്. അതുകൊണ്ട് നമുക്ക് തന്ന ബുദ്ധി ഉപയോഗിച്ചിട്ട് പ്രമാണങ്ങളെ പരലോകത്ത് വിജയിക്കണം എന്ന നെയ്യത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യാം? പരിശോധിക്കാൻ തയ്യാറാവുക. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിയെ സ്നേഹിക്കേണ്ടത് നബിയുടെ ചര്യ പിൻപറ്റിയിട്ടാണ്. ആ ചര്യയെ പിൻപറ്റി നബിയെ സ്നേഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിച്ച് പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ചിരിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.